ഹന്തമൽ പ്രിയ നിന്നു എന്നെ അകതാരിൽ മറന്നു എന്തോ ഞാൻ ഈഹ ചെയ്തു. You wear an uniform, you wear a uniform. You don't have to wear a color dress. Is that a restriction or a discipline? It is a discipline. Stand in a queue. It is a discipline. ഡ്രസ്സേ ഇടരുതെന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ. നോ സ്മോക്കിംഗ് റെസ്ട്രിക്ഷൻ, നോ എൻട്രി റെസ്ട്രിക്ഷൻ അല്ലേ? അപ്പം ഡിസിപ്ലിനും റെസ്ട്രിക്ഷനെയും പലരും പലതായിട്ടാണ് കാണുന്നത്. എന്ന് പറയുന്ന പോലെ കർണാടിക് മ്യൂസിക്കിന് കുറച്ച് കൂടുതലാണ് ഡിസിപ്ലിൻ. മിനിസ്റ്റർ വന്ന് പറയാണ്, നമസ്കാരം, ഞാൻ MA ബേബിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, ടീച്ചർക്കാണ് ഈ വർഷത്തെ സ്വാതി പുരസ്കാരം എന്ന് പറയാൻ കുറച്ച് മുമ്പ് വിളിച്ചത് ഞാനാണ്. ടീച്ചർ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് പറയാൻ വന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് ആണോ ഇരിക്കും, കാപ്പി കുടിക്കട്ടോ, കാപ്പി എടുക്കാൻ പറയട്ടെ. അതായത് ഇത്ര വലിയൊരു കാര്യം അദ്ദേഹം പറയാൻ മിനിസ്റ്റർ നേരിട്ട് വന്നിരിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റേ ഇല്ലാതെ. കർണാടിക് മ്യൂസിക്കിലെ നോട്ട് പ്രസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പാടുന്നതെന്ന് അറിയാതെ പാടാൻ പറ്റില്ല. ഇപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ സഗ സഗ മഗരി. ഇപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ LKG കുട്ടിയും പാടും. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ലൈറ്റ്, ഇറ്റ്സ് ഈസി ടു മെമ്മറൈസ്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ നോട്ട്സൊക്കെ ശങ്കരാഭരണത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. അഹിരിയിൽ രാഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ കഥ? ഞാൻ അതാ ചോദിക്കുന്നത്, ഇതൊക്കെ എവിടെ നിന്നാണ് ആഹിരി പാടിയ ഭക്ഷണം കിട്ടില്ല എന്ന്? അങ്ങനെയൊക്കെ ഉണ്ടോ? അതാ ഞാൻ ചോദിക്കാൻ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും? അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് കിട്ടാതെ ആവണം? എനിക്കൊക്കെ എത്ര ഒരു 100 തവണെങ്കിലും കിട്ടാതെ ആയിട്ടുണ്ടാവണം. കരുണാകര കമല നയന കരണീല മുകിൽ മണ്ണാവ മുരളീധര ഗോപാല ഗോപാല. പ്രേക്ഷകർക്ക് ഞാൻ എന്ത് മുഖവുര കൊടുക്കുമെന്നുള്ള ആശങ്കയിലാണ് സത്യത്തിൽ. എ കംപ്ലീറ്റ് മ്യൂസിഷ്യനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. NJ നന്ദിനിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ ഒരു യാത്ര തുടങ്ങുന്ന ഞാൻ കാണുന്നത് റിയാലിറ്റി ഷോയിലൂടെയാണ്, കർണാടക സംഗീതത്തിൻ്റെ റിയാലിറ്റി ഷോയിലൂടെ. റിയാലിറ്റി ഷോ എന്താണ് നന്ദിനിക്ക് ഈ കർണാടക സംഗീതത്തിൽ നൽകിയ സംഭാവന? സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് ഇത്രയും ഇല്ലാത്തൊരു സമയത്തെ ഒരു ട്രെൻഡായിരുന്നു റിയാലിറ്റി ഷോ. അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിന് എക്സ്ക്ലൂസീവായിട്ടൊരു റിയാലിറ്റി ഷോ വരില്ലേ എന്ന് ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. ബിക്കോസ് വി ഹാവ് അതർ പ്രോഗ്രാംസ് ടു പ്രൊമോട്ട് ഫിലിം മ്യൂസിക് അല്ലേ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കർണാട്ടിക് മ്യൂസിക്കിന് എക്സ്ക്ലൂസീവായിട്ടൊരു ഷോ വരില്ലേ എന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഗരത്നം ഇസ് ആക്ച്വലി അങ്ങനത്തെ ഒരു വലിയ ബ്രേക്കാണ് ആ സമയത്ത്. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലുള്ള ആ സമയത്ത് ഒത്തിരി സിംഗേഴ്സിന് അന്ന് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഇത്രയും ആയിട്ടേ ഇല്ലല്ലോ, തുടങ്ങിയിട്ടേ ഇല്ല. 13 to 14 years ബാക്ക് ഓർക്കൂട്ടുള്ള കാലമായിരിക്കണം. അതെ, ആ സമയത്താണ്. ബട്ട് ദെൻ സ്റ്റിൽ അതിനകത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്ത് അതൊന്നും പറ്റില്ലല്ലോ. വാട്സാപ്പ് ഇസ് നോട്ട് ദെയർ. സോ ഡെഫിനറ്റ്ലി റിയാലിറ്റി ഷോ വാസ് എ ബിഗ് ബ്രേക്ക് ഫോർ മീ. അപ്പം അതായത് ഞാനൊരു സംഗീത കച്ചേരി നടത്തുമ്പോൾ ആ ഹാളിലുള്ള ഒരു 50 പേർ 100 പേർ മാക്സിമം 200 പേർ കേൾക്കും. പക്ഷെ ഒരു റിയാലിറ്റി ഷോ ഒരു TV ചാനലിൽ വരുമ്പോൾ അങ്ങനെയല്ല, ഇൻ ടു മൾട്ടിപ്പിൾ ടൈംസ് ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി പാടുന്നുണ്ട്, ഇങ്ങനെ ഒരു ആളുണ്ട്, ഒരു സിംഗറുണ്ട്, ഒരു മ്യൂസീഷ്യനുണ്ട്, മേ ബി ഭാവിയിൽ ഇത് നന്നായേക്കാം എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള നമുക്ക് കിട്ടുന്ന ഒരു വലിയ എക്സ്പോഷർ ആയിരുന്നു റിയാലിറ്റി ഷോ. സോ റിയാലിറ്റി ഷോ വാസ് ലൈക്ക് എ ബ്ലെസ്സിങ് ടു മീ ആ കാലഘട്ടത്തിൽ. ബിക്കോസ് ഒരു 10-100 കച്ചേരി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം 1-2 എപ്പിസോഡ് ചെയ്യുമായിരുന്നു ആ കാലത്തിൽ. ബിക്കോസ് കർണാട്ടിക് മ്യൂസീഷ്യൻസ് മാത്രമല്ല, രസികാസ്, കർണാട്ടിക് പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ ഒരു വലിയ വിഭാഗം ഇത് കാണാൻ തുടങ്ങി. അപ്പോൾ അതെനിക്കൊരു വലിയ ബ്രേക്ക് തന്നെയാണ് റിയാലിറ്റി ഷോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വയലറ്റ് കളറിലുള്ള ഒരു ഹാഫ് സാരി ഒക്കെ ഇട്ട് ധാവണിയൊക്കെ ഇട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് അതിലിരുന്ന് പാടുന്ന ഒരു കുട്ടി. വേറൊരു റിയാലിറ്റി ഷോയുടെ വലിയൊരു പോസിറ്റീവ് ആസ്പെക്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കർണാടിക് മ്യൂസിക്കിനെ പറ്റിയിട്ട് നമ്മുടെ എക്സിസ്റ്റൻസും സർവൈവലും എല്ലാം മനോധർമ്മത്തിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. സോ ഓരോ എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിലോട്ട് നമുക്ക് അധികം സമയമില്ല. ഒരു മാസം പിന്നീട് കണ്ടസ്റ്റൻസ് കുറയുമ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണിത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലായിരിക്കും, പ്രാക്ടീസിലായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവോൾവ് ചെയ്യും.
നമ്മുടെ സ്കിൽസ് നമ്മൾ ഷാർപ്പൻ ചെയ്യുന്ന ഒരു സമയം. പിന്നെ ആ ഒരു പേസിൽ തന്നെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മ്യൂസീഷ്യൻ ഷേപ്പപ്പ് ആവാനുള്ള ഒരു നല്ല കാലഘട്ടമായിരുന്നു അത്. സോ റിയാലിറ്റി ഷോനെ ഞാൻ അങ്ങനെയും കൂടിയാണ് കാണുന്നത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ കുട്ടി ഭയങ്കര ഗൗരവത്തിൽ ഇതിനെ സമീപിക്കുന്ന ഒരാളാണ്. ആ ഒരു ഫേസ് എനിക്ക് അന്ന് അല്ല, പൊതുവെ എല്ലാവരും അത് പറയാറുണ്ട് സ്റ്റേജിൽ. അതായത് നമ്മളൊന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മുഖം മാറുമല്ലോ, നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നു എന്നാണ് എൻ്റെ. അപ്പം പൊതുവേ ഞാൻ സീരിയസ് ആണ് ആ സമയത്ത്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ അക്നോളജി ഒക്കെ ചെയ്യാറുണ്ട്. പക്കമേളം വായിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ജോവിയലാണ്. പക്ഷെ ആ സമയം കുറച്ചുകൂടി നല്ല സീരിയസ് ആണ്. ഞാൻ എന്തിനാണോ പോയത് അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇപ്പോഴാണ് കുറച്ചുകൂടിയൊക്കെ അതെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴത്തെ കച്ചേരികളിലൊക്കെ അത് നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. പക്കമേളക്കാരോട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യും. കോൺഫിഡൻസ് എനിക്ക് വായിക്കുന്ന അത് മാത്രമല്ല, കോൺഫിഡൻസിന്റെ കാര്യമല്ല, അന്നും പേടിയൊന്നുമില്ല സ്റ്റേജിൽ കയറാൻ. എന്റെ കൂടെ വായിക്കുന്നവരൊക്കെ എന്നേക്കാൾ നല്ല ഏജ്ഡ് ആണ്. അപ്പൊ നമ്മളൊന്ന് ചിരിച്ച് അക്നോളജ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്രയും വലിയൊരു എക്സ്പോഷർ ഒരു പൊസിഷനിലൊന്നും നമ്മൾ എത്തിയിട്ടുമില്ല. ഇപ്പം അതിനേക്കാളും ബെറ്റർ ആണല്ലോ, എന്തായാലും ബെറ്റർ ആണല്ലോ. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ ഞാൻ അവർ കൂടുതൽ വായിക്കും തോറും നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാവും. അപ്പൊ എനിക്കിപ്പോ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാവരുടെ അടുത്തും. അന്ന് അതല്ല, ഞാൻ വളരെ ജൂനിയർ മോസ്റ്റും ഇവരെല്ലാവരും ഒത്തിരി സീനിയേഴ്സും ആണ്. അപ്പം അവർക്കൊരു ബലേ സഭാഷ് എന്നൊക്കെ പറയാനൊരു പരിധിയുണ്ട്. നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല, ബിക്കോസ് അവരങ്ങനെ എടുക്കും എന്നും നമുക്കറിയില്ല. ഇപ്പൊ നന്ദിനി ഇപ്പൊ അറിയുന്ന ആളുകളൊക്കെ കൂടുതലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ കുറേ റീൽസുകൾ കാണുന്നു. യൂട്യൂബിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. റീൽസ് ആണ് കുറേയും കൂടി നന്ദിനിയെ പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു കാലത്ത് പുതിയ കുറേ ആളുകൾ, യങ്സ്റ്റേഴ്സ് ആയാലും എല്ലാ ആളുകളും അങ്ങനെ ഫോളോ ചെയ്യുന്നത്. അതിന്റെ ഒരു കാലഘട്ടമാണ്. അതെ തീർച്ചയായും. അപ്പൊ ആ ഐഡിയക്ക് എങ്ങനെയാണ് പെട്ടെന്ന് സോഷ്യൽ മീഡിയയുടെ ഭാഗമായി നിന്നതുകൊണ്ട് വന്നതാണോ, അതോ മ്യൂസിക്കിനെ ഇങ്ങനെ കൊണ്ടുവരാം? അല്ല, കർണാടക സംഗീതത്തിൽ വേറെ ആരും അത്രയും പരീക്ഷിക്കുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻസ്റ്റയിലൊക്കെ ഇത്രയും ടിപ്സുകൾ ഇടുന്ന ആ ഒരു രീതിയൊന്നും വേറെ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ആ ആശയം തുടങ്ങിയത്? എനിക്ക് പണ്ട് മുതലേ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന എന്തും പ്രൊഡക്റ്റീവ് ആവണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. രണ്ടാണ്. പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നതൊക്കെ ക്രിയേറ്റീവ് ആവണമെന്നില്ല, അല്ലേ? ക്രിയേറ്റീവ് ആവുന്നതൊക്കെ പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇത് രണ്ടും ഒന്നിച്ച് നിൽക്കണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. പിന്നെ ഈ റീല്, ഐ എം ഇൻ എ കോൺസ്റ്റന്റ് ഹണ്ട് ഓഫ് നോളജ്. അത് ഇന്നാരുടെ അടുത്തുനിന്ന് കിട്ടണം എന്ന് എനിക്ക് അങ്ങനെയൊന്നും കമ്പൽഷൻ ഒന്നുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കണം അറിവുകൾ. നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. ആ ഒരു എവല്യൂഷൻ നടന്നാൽ മാത്രമേ നമ്മളിലുള്ള മ്യൂസീഷ്യൻ വല്ലാതെ ഫൈൻ ട്യൂൺഡ് ആവുകയുള്ളൂ. നമ്മൾ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഫൈൻ ട്യൂണിങ്. പെർഫെക്റ്റ്ലി റൈറ്റ് ഓൺ പിച്ച് എന്നൊക്കെ പറയില്ലേ, അത് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ പാടിയ കല്യാണി ആയിരിക്കരുത് ഞാനിപ്പോൾ പാടുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ്, അല്ലേ? ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ കച്ചേരിയെ കണ്ട രീതിയിൽ ഇപ്പോൾ ഞാനൊരു 10-15 സോങ്സ് 2 മണിക്കൂറത്തേക്ക് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇപ്പം എനിക്കൊരു 7 മതി, എനിക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓൺ ദി സ്പോട്ട് കച്ചേരിയുടെ ലിസ്റ്റ് ഷഫിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റാൻ പറ്റും. രാവിലെ പറഞ്ഞാൽ വൈകിട്ട് പാടാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മളെ ഇമ്പ്രൂവ് ആക്കണമല്ലോ. അതൊരു പോയിന്റ്. പിന്നെ ഞാൻ ചെയ്യുന്ന മിക്കവാറും എല്ലാ പുതിയ ആശയങ്ങളും എനിക്കുണ്ടാവുന്ന ഏതെങ്കിലും അനുഭവത്തിൽ നിന്നായിരിക്കും. ഒന്ന്, ചിലപ്പം നമുക്ക് കിട്ടുന്ന ഒരു തോട്ടുണ്ട്, നമുക്കിങ്ങനെ ചെയ്താലോ, ഇതാരും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ റീൽസ് ഇടാൻ കാരണം പലപ്പോഴും പലരിടത്തും വലിയ മ്യൂസീഷ്യൻസിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടും എന്ന് വിചാരിച്ച് പോകുന്നവരടുത്തോ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പം പിന്നെ ഇപ്പം പറയാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് ഒന്ന് മഴുപ്പിക്കളയും, സില്ലി ആയിട്ട് കളയും. അപ്പം നമ്മളത് പറഞ്ഞില്ലെങ്കിൽ എന്താ എന്ന് പറഞ്ഞത് വിടും. അല്ലെങ്കിൽ അറിയാമായിട്ടും പറയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് സമ്മതിക്കില്ല. അപ്പം എന്ത് പറ്റി? അൾട്ടിമേറ്റ്ലി എനിക്ക് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം കിട്ടിയില്ല. അപ്പം അന്ന് എനിക്ക് നഷ്ടപ്പെടുന്നതിന് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട്. നമ്മളത് ചോദിച്ചിട്ട് നമുക്കത് കിട്ടിയില്ല, ഇനി ആരെടുത്ത് ചോദിക്കും? അപ്പോൾ ഒരു അറിവ് കിട്ടാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട്. അത് വേറൊരാൾക്ക് ഇനി അത് എന്നാൽ കഴിയുന്ന രീതിയിൽ വേറൊരാൾക്ക് അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു സ്പേസിൽ ഞാനിത് പറഞ്ഞു തുടങ്ങിയത്. നോക്കിയപ്പോൾ എല്ലാവർക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ശരി, ഐ കണ്ടിന്യൂഡ് വിത്ത് ദാറ്റ്, വിത്ത് സ്മോൾ ടിപ്സ് വിച്ച് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ആസ്പയറിംഗ് മ്യൂസീഷ്യൻ. പുതിയ തലമുറയിൽ ഇത്രയും ഗൗരവത്തോടെ അതിനെ സമീപിക്കുക, കൂടുതൽ അറിവുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ നന്ദിനേക്കാൾ പ്രായമുള്ള ഒരുപാട് മ്യൂസീഷ്യൻസ് ഇത് കാണുന്നുണ്ട്. അവർ പോലും അതിനകത്ത് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും നോളജ്, എത്ര സമയമാണ് ഇതിങ്ങനെ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്? I used to tell one sentence, I breathe music. ഞാനത് ശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ 1 മിനിറ്റ് പോലും നമുക്ക് ശ്വാസം ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല.
യോഗ ചെയ്യുമ്പോൾ പോലും നമുക്കതിനൊരു സമയപരിധി ഉണ്ട് അല്ലേ, പ്രാണായാമം ചെയ്യുമ്പോൾ പോലും എടുത്തു വിടാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് കരുതണം നമുക്ക് കിട്ടിയ ഈ കലയെ. ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. സോ ഐ എം ഇൻ കോൺസ്റ്റൻറ്റ് തിങ്കിങ് ഓഫ് ദിസ്. എന്ത് ചെയ്യാം, അടുത്ത് എങ്ങനെ പാടാം, ഏത് പാട്ട് പഠിക്കണം, എവിടെ പാടണം, ആരെ പഠിപ്പിക്കണം, ഇങ്ങനെയുള്ളൊരു ചിന്തയിൽ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പോൾ ഒരു നോളജ് അക്വിസിഷൻ. ഫസ്റ്റ് തിങ്, ഐ വാസ് വെരി ബ്ലെസ്ഡ് ദാറ്റ് ഐ വാസ് ഇൻ അക്വൈൻറ്റൻസ് വിത്ത് മെനി ഗുഡ് മ്യൂസീഷ്യൻസ്. എനിക്കൊരു ഗോ ടു പേഴ്സൺ എന്ന് പറയാൻ മ്യൂസിക്കിൽ ഒത്തിരി പേരുമായിട്ട് എനിക്ക് നല്ല റിലേഷൻഷിപ്പും നല്ല ബോണ്ടിങ്ങും എല്ലാവരുമായിട്ടും, അല്ലെങ്കിലും കുറച്ച് നല്ല പ്രമുഖരുമായിട്ട് എനിക്ക്, അതായത് ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സാരി എടുക്കാൻ പോകുന്നു, നമുക്കിഷ്ടമുള്ളൊരു കളർ വേണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു, നമ്മളൊരു കടയിൽ പോകുന്നു, അവിടെ ഇല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ പോകുന്നു, നമ്മളങ്ങനെ സെർച്ച് ചെയ്യില്ല, ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടും, നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. യു കോൺസ്റ്റൻ്റ്ലി സെർച്ച് ഫോർ ദിസ് ആൻഡ് യു മേക്ക് ഷുവർ ദാറ്റ് യു ആർ കൺവിൻസ്ഡ് വിത്ത് ആൻസർ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കില്ല, ഇതിങ്ങനെ തന്നെ ആകുമോ, അല്ലെങ്കിൽ ഈ ഒരു കാലത്തിൻ്റെ അനുസരിച്ചുള്ള പ്രസക്തിയിലുള്ള ഒരു ആൻസർ ആണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട. അപ്പോൾ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൂടി ഇതിലുണ്ടാവണം. പിന്നെ ബേസിക്കലി നോളജ് അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രിസൈസ് ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്ക് വന്നു തുടങ്ങിയത് വെൻ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ്. ബിക്കോസ് യു ആർ റെസ്പോൺസിബിൾ. സി, വെൻ യു ആർ എ പെർഫോമർ യു ആർ റെസ്പോൺസിബിൾ ടു ദി ആർട്ട് ആൻഡ് ദി ഓഡിയൻസ്. ബട്ട് വെൻ യു ആർ എ ടീച്ചർ യു ആർ റെസ്പോൺസിബിൾ ടു ദ ജനറേഷൻസ് ടു ഫോളോ. അതൊരു വലിയ വ്യത്യാസമുള്ള കാര്യമാണ്. നാളെ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാളും ബ്രൈറ്ററായിട്ടൊരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുമ്പം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് എൻ്റെ അടുത്ത് ഉത്തരം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്നടത്ത് ഉണ്ടെന്നെങ്കിലും പറയാനുള്ള ഒരു അറിവ് എനിക്കുണ്ടാവണം. സോ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ എന്താ പറയുക, കൂടുതൽ അറിവ് നേടുക എന്നുള്ളൊരു ക്വസ്റ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഞാൻ നന്ദിനെ കാണുമ്പോഴേ എപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് ഫ്രെയിമിലൊക്കെ കാണാറ്. ഭയങ്കര സന്തോഷവതിയാണ്. മ്യൂസിക്കിൽ അത്രയും ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മ്യൂസിക്കാണ്, ഇപ്പോൾ പറഞ്ഞ പോലെ മ്യൂസിക് ആണല്ലോ ശ്വാസം. അപ്പോൾ സ്വാഭാവികമായും മ്യൂസിക് 24 മണിക്കൂർ മ്യൂസിക്കിൽ ഒരാൾക്ക് ജീവിക്കുക എന്ന് പറയുന്നത് മ്യൂസീഷ്യൻസിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ മനുഷ്യർക്ക് പേഴ്സണലി അല്ലെങ്കിൽ അല്ലേ, നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ചിലപ്പം രാവിലെ നമ്മൾ വിചാരിച്ച ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബസ് മിസ്സായില്ലേ, സമയം നമ്മൾ ലേറ്റായി. ഇതുപോലത്തെ ഒരുപാട് നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുത് മുതൽ വലുത് കാര്യം വരെ എല്ലാം നമ്മളെ ബാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ ശ്രുതിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വേറെ ലോകത്താണ്. നമ്മളെ അതെന്താണ് ഇതെന്നുള്ളത് എനിക്കറിയില്ല, മിറാക്കിൾ എന്നറിയില്ല, പക്ഷേ നമ്മളത് മറക്കും ഈ സൗണ്ട് കേൾക്കുമ്പോഴേക്കും. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എല്ലാ മ്യൂസീഷ്യൻസിനും. പ്രശസ്തനായൊരു മുത്തശ്ശൻ്റെ മകൾ, പിന്നെ വളരെ പ്രശസ്തരായ ഗുരുക്കന്മാർ, ഭയങ്കര അനുഗ്രഹമല്ലേ നന്ദിനിക്ക് കിട്ടിയത്? തീർച്ചയായിട്ടും അനുഗ്രഹത്തിനേക്കാൾ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ, അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ. ഓഫ് ലേറ്റ് അല്ല, ഒരു കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനിടയ്ക്ക് പലപ്പോഴായി ആലോചിച്ചിട്ടുണ്ട്, അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിക്കണമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ മുത്തച്ഛൻ്റെ? വളരെ കുറവാണ്. ബിക്കോസ് എനിക്ക് 3-4 ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയുണ്ടായി. പക്ഷെ എഴുത്തിനിരുത്തിയതും ആദ്യം സപ്തസ്വരങ്ങൾ പറഞ്ഞു തന്നതൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്തായാലും ഉണ്ടാവും, നമ്മളിൽ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ഇറ്റ്സ് ഓൾ ജനറ്റിക് തിങ്സ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു അംശം ഉണ്ടാവാതിരിക്കില്ല. എനിക്ക് തോന്നുന്നു മുത്തശ്ശൻ്റെ ഒരു ചെറിയൊരു സിഗ്നേച്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കാലപ്രമാണമായിരിക്കും. അദ്ദേഹം ഒരിക്കലും വളരെ ലോ സ്പീഡിലോ അല്ലെങ്കിൽ ചൗക്ക ഗാനത്തിൽ ഭയങ്കരമായിട്ട് പാടുന്ന ആളൊന്നുമില്ലായിരുന്നു. ഒരു അത്യാവശ്യം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിംഗർ തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടംപററീസും അവർക്ക് വായിച്ചിട്ടുള്ളവരും ഒക്കെ ഡിസൈപ്പിൾസും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതായിരിക്കണം എനിക്കും ഈ ഒരു, ഞാനിപ്പോൾ എത്രയൊക്കെ നോക്കിയിട്ടും ആ ട്രൈറ്റാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നന്ദിനി എപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, സ്വരപ്രസ്ഥാനമാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. സ്വരപ്രസ്ഥാനം ഇഷ്ടമാണ്. അതിനേക്കാളും എപ്പോഴും ഒരു മനോധർമ്മം പഠിക്കുന്ന ഒരു കുട്ടി, അതിൽ നിന്നും അതൊരു ഗേറ്റ് വേ ആയിട്ട് ഞാൻ എപ്പോഴും പറയും. വല്ലാത്ത കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. കൽപ്പനാസ്വരം ഒരു 3-4 ആവർത്തനം കണ്ണും പൂട്ടി പാടാൻ പറ്റും എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. ബിക്കോസ് രാഗം, സി ആസ് യു നോ വി ക്യാൻ ടേക്ക് സം ടൈം. ചിന്തിച്ച് അടുത്ത ഫ്രേസ് പാടാൻ നമുക്കൊരു സമയം ചെറുതായിട്ടുണ്ട്. ഇന്ന് മെഷറിൽ തീർക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. 2 മിനിറ്റ് ആയാലും 3 മിനിറ്റ് ആയാലും 7 മിനിറ്റ് ആയാലും പ്രശ്നമില്ല, പാടാം. നിലവിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സാഹിത്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുക. പക്ഷെ കൽപ്പനാസ്വരം എന്ന് പറഞ്ഞാൽ അതിനൊരു മീറ്ററും, അത് തുടങ്ങേണ്ട ഒരു സ്ഥലവും തീർക്കേണ്ട ഒരു സ്ഥലവും എൻഡിങ് നോട്ടും സ്റ്റാർട്ടിങ് നോട്ടും, ഇതൊക്കെ ഒരു വലിയ ഇതാണ്. അപ്പോൾ ഒരു മൾട്ടി ടാസ്കിങ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. സോ അതിൽ നിങ്ങൾ മാസ്റ്റർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യുവർ കച്ചേരി ഈസ് ഹാഫ് സക്സസ്. എവിടെ ഡള്ളാവുന്ന ഒരു മൊമെൻറ്റും നമുക്കൊരു 5 സ്വരം പാടി നമുക്കത് തിരിച്ച് കയ്യിലെടുക്കാൻ പറ്റും. സ്വരം കൂടുതൽ പാടും തോറും അല്ലെങ്കിൽ അതിലൊരു മാസ്റ്ററി വരും തോറും നമുക്ക് ധൈര്യം വല്ലാതെ കൂടും, കോൺഫിഡൻസ് ഇൻക്രീസ്. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏതെങ്കിലും ഒരു പോർഷൻ അങ്ങനെ പാടിത്തരാം. കൽപ്പനാസ്വരം ഏത് രാഗത്തിലാണ് വേണ്ടത്?
ഇഷ്ടമുള്ള രാഗത്തിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹരഹരപ്രിയോ മായമാളകോളിയോ അങ്ങനെ എന്തെങ്കിലും പാടി നോക്കാം. നമ്മൾക്ക് വളരെ പ്രശസ്തമായ ഒരു കീർത്തനാണ് ദേവദേവ കലാമിതേ ചരണാംബുജ സേവനം. അപ്പം അതിനെല്ലാവരും ഭുവനത്രയനായക, ചെറിയ താളാണ് രൂപകം, 3 ബീറ്റല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വളരെ ഫ്ലോയില് സർവലഘു പാടാൻ പറ്റിയാൽ അതൊരു വലിയ ഇങ്ങനെ പാടുമ്പോൾ തന്നെ കച്ചേരി വേറൊരു ലെവലില് എത്തും. നമ്മൾ വല്ലാതെ ഒന്ന് വൈബ്രന്റ് ആകും. അപ്പോൾ ഈ കുറെ മ്യൂസിക് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ നന്ദിനി പലയിടത്തും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മ്യൂസിക് ചാമ്പ്യൻഷിപ്പുകൾ അത് സ്റ്റിൽ ഇൻ പേപ്പേഴ്സ് ആണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. ബിക്കോസ് അത് നടത്തിയെടുക്കാനുള്ള ഒരു ചെറിയൊരു സ്പോൺസർഷിപ്പിൻ്റെ ഒരു ഹണ്ടിലാണ് ഞാൻ. ബിക്കോസ് പ്രൈസ് കൊടുക്കാനാണെങ്കിലും ജഡ്ജസിൻ്റെ കാര്യങ്ങളാണെങ്കിലും എക്സ്ക്ലൂസീവ്ലി ഫോർ മനോധർമ്മം നടത്തുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫിൽറ്ററിംഗ് ഫാക്ടേഴ്സ് വേണ്ടി വരും. ഒരു പ്രിലിംസും ഒരു സെമിയും ഫൈനലും ആണ് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ. ബിക്കോസ് ഇത് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല, 3 സ്റ്റേജിലായിട്ട് അത് തീർക്കണം. പക്ഷെ അത് ഫണ്ട് ചെയ്യാനുള്ള ഒരു നല്ല ഒരു ഹാൻഡിനെ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അതൊരു ചെറിയ വിഷമമുണ്ട്. അത് ഇതുവരെ എനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. 2024 ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കർണാടിക് മ്യൂസിക് ചാമ്പ്യൻഷിപ്പ് അത് ഉടനെ തന്നെ അനൗൺസ് ചെയ്യും. നന്ദിനി ഈക്വൽ ടു മനോധർമ്മ, മനോധർമ്മ ഈക്വൽ ടു നന്ദിനി എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എവിടെ സംസാരിച്ചാലും നന്ദിനിയുടെ പഠനവും ഗവേഷണവും ഒക്കെ മനോധർമ്മത്തിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അതിനോട് കൂടുതൽ ഒരു ആഭിമുഖ്യവും ഇഷ്ടവും ഒക്കെ കൂടുതലുണ്ടല്ലോ. സാധാരണ ജനങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധാരണ നോർമൽ പീപ്പിളിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, കർണാടക സംഗീതത്തിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് വിസ്തരിച്ച് പാടാം, അല്ലെങ്കിൽ മനോധർമ്മം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക ഹിന്ദുസ്ഥാനിയിലാണല്ലോ. അങ്ങനെ ഒരു ടോക്ക് സാധാരണ നോർമൽ പീപ്പിളിൻ്റെ ഇടയിലുണ്ട്. കർണാടക സംഗീതം കൺസ്ട്രക്റ്റീവാണ്. അതായത് നമ്മൾ പറഞ്ഞു വെച്ച ഒരു സാധനം മാത്രമേ പാടാൻ പറ്റുള്ളൂ, നമുക്ക് അതിനകത്തൊരു വലിയ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ആളുകളിലുണ്ട്. സാധാരണ ആളുകളിൽ കുറച്ചുകൂടെ മ്യൂസിക്കലി ഉയർന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പൊ അത്തരം ആളുകളോട് തിരുത്താൻ നന്ദിനിക്ക് എന്താ പറയുക? നന്ദിനി എന്തായാലും അതിലൂടെ കുറെ യാത്ര ചെയ്ത ഒരാളാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ നന്ദിനിക്ക് എന്താണ് അതിൽ അത്തരം ആളുകളോട് സംസാരിക്കുക? ഒരു ഹിന്ദുസ്ഥാനിയെ പറ്റിയിട്ട് ഒത്തന്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാൻ ഞാൻ ആരുമല്ല. ബിക്കോസ് മൈ ഡൊമൈൻ ഇസ് കർണാട്ടിക്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു പരിമിതമായിട്ടുള്ള അറിവിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലും നോക്കുമ്പോഴേക്കും ഈ സിസ്റ്റംസ് ഉണ്ടല്ലോ, ഈ ഫണ്ടമെൻ്റൽ തിങ്സ്, അല്ലെങ്കിൽ എന്താ പറയാൻ, ഗ്രാമാറ്റിക്കലായിട്ട് നമ്മൾ ഡിസിപ്ലിൻസ് എന്നൊക്കെ പറയുന്ന രീതി കുറച്ചുകൂടി കൂടുതൽ കർണാട്ടിക്കിലാണ്. നമുക്കൊരു വലിയ രാഗ സിസ്റ്റമുണ്ട്, അതുപോലെ തന്നെ വലിയൊരു താള സിസ്റ്റമുണ്ട്, ഒത്തിരി കമ്പോസേഴ്സും കാര്യങ്ങളും, പിന്നെ ഇതിനകത്തുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, ഹിന്ദുസ്ഥാനിയിൽ ഇപ്പം നമുക്ക് 72 മേളകർത്ത ഉണ്ടെന്നാണല്ലോ നമ്മൾ പറയണേ. ഹിന്ദുസ്ഥാനിൽ 10 ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ ജനകജന്യ അല്ലെങ്കിൽ ഇന്ന മേളരാഗത്തിൻ്റെ ജന്യമാണിത്, ഫോർ എക്സാമ്പിൾ കരഹരപ്രിയയുടെ ജന്യമാണ് ആ ഭോഗി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു കണക്ഷൻ എല്ലാത്തിനും ഈ കുറേ റൂൾ ബുക്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഹിന്ദുസ്ഥാനിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 10 ധാട്ട്, 10 ഇവരുടെ ഫുൾ രാഗം എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഈ രാഗാരാഗിണി പരിവാർ സിസ്റ്റം എന്നാണ് അവർ പറയുക. ഇതെല്ലാം ഈ ഫാമിലിയിലുള്ളത്. യമൻ, അതായത് കല്യാണിയുമായിട്ട് ചായ ഉള്ള രാഗങ്ങളെല്ലാം ആ ഫാമിലിയിലുള്ളത്, ഇതെല്ലാം ഈ ഗ്രൂപ്പിലുള്ളത്, ആ ഗ്രൂപ്പിലുള്ളത്, ഇങ്ങനെ അവർ പറയുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് ഡിസിപ്ലിൻസ് വളരെ കുറവാണ്. അധർ ചെയ്യേണ്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. കുറച്ച് ലൂസൻസ് അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ കുറച്ചൊരു വേറെ നോട്ട്സ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ 3-4 നോട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുകയോ വേറൊരു ചായ കൊണ്ടുവരികയോ ചെയ്താലും അവർക്ക് പുതിയ പേരുകൾ അതിന് കൊടുക്കാം, പുതിയ രാഗങ്ങൾ അങ്ങനെ ജനിക്കുന്നു. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് അവരുടേത്. നമ്മുടേത് അങ്ങനെയല്ല. നമുക്ക് ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നു, പഴയ ക്യാമറ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിനകത്ത് നമ്മൾ വെക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണത്. പക്ഷെ അതിനകത്ത് നമ്മൾ ഏറ്റവും നല്ല പടം എടുക്കില്ലേ? അതെ. ഇനി ഒരു പടം വരയ്ക്കുന്ന ആള് ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ അയാൾക്ക് ക്യാൻവാസിന് ഒരു സൈസ് ഉണ്ട് അല്ലേ, മെഷർമെന്റ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നല്ലൊരു പടം അയാൾ വരയ്ക്കുന്നില്ലേ? വരയ്ക്കാൻ പറ്റും. വണ്ടർഫുൾ എക്സാമ്പിൾ. അപ്പം
ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ആകുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പം ഇങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട്. പൊങ്ങിച്ചെന്ന് അവിടെ വീണാൽ 6, പിന്നെ ഉരുണ്ടി എന്ന് അവിടെ വീണാൽ 4 എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ ഗെയിമിൻ്റെ ഡിസിപ്ലിനാണ്. എന്ന് വെച്ചാൽ ആരും അടിക്കാതിരിക്കണ്ടോ? ഒരു ഓവറിൽ 6 ബോളിൽ 6 6 അടിച്ച മഹാന്മാരെ വരെ നമുക്കുണ്ട് ഈ രാജ്യത്ത്, അല്ലേ? എന്ന് പറയുന്ന പോലെ ഇതൊന്നും ഒരു റെസ്ട്രിക്ഷൻ അല്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകും, യു വെയർ എൻ യൂണിഫോം, യു വെയർ എ യൂണിഫോം, യു ഡോണ്ട് ഹാവ് ടു വെയർ എ കളർ ഡ്രസ്. ഇസ് ദാറ്റ് എ റെസ്ട്രിക്ഷൻ ഓർ എ ഡിസിപ്ലിൻ? ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ. സ്റ്റാൻഡ് ഇൻ എ ക്യൂ, ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ. ഡ്രസ്സേ ഇടരുതെന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ. നോ സ്മോക്കിംഗ്, റെസ്ട്രിക്ഷൻ. നോ എൻട്രി, റെസ്ട്രിക്ഷൻ, അല്ലേ? അപ്പം ഡിസിപ്ലിനെയും റെസ്ട്രിക്ഷനെയും പലരും പലതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ സാധാരണക്കാർ മനസ്സിലാക്കുന്ന എന്താണ്, അത് ഭയങ്കര പാടാണ്, അതിനകത്തൊന്നും ഇങ്ങനെയല്ല. അത് നമുക്ക് ഓൾറെഡി കുറച്ച് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഇപ്പം കോടതിയിൽ റൂൾസ് ഇല്ലേ? മജിസ്ട്രേറ്റ് വരുമ്പോൾ എണീച്ച് നിൽക്കണം, നമ്മൾ വിഷ് ചെയ്തിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ കൗണ്ടർ ആർഗ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് റൂൾസ് ഇല്ലേ? അത് റെസ്ട്രിക്ഷൻസ് ആവുന്നത് എങ്ങനെയാണ്? അത് അതിൻ്റെ ഡിസിപ്ലിനാണ്. എന്ന് പറയുന്ന പോലെ കർണാട്ടിക് മ്യൂസിക്കിന് കുറച്ച് കൂടുതലാണ് ഡിസിപ്ലിൻ. എന്നാൽ അതിൽ നിന്നും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോടി പാടുന്നു, കല്യാണി പാടുന്നു, ഭൈരവി പാടുന്നു, കാമ്പോജി പാടുന്നു, ഹരരപ്രിയ പാടുന്നു, ഭജൻസ് പാടുന്നു, എന്തൊക്കെയാണ് നമ്മൾ പാടാത്ത, എല്ലാം ഉണ്ട് അതിനകത്ത്. സോ റെസ്ട്രിക്ഷൻസ് വിൽ ബ്രീഡ് ക്രിയേറ്റിവിറ്റി, യു ആസ്ക് മീ. ഭജൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. ആവോ മൻമോഹന ഒന്ന് പാടോ? അത് പാടാം, തീർച്ചയായിട്ടും. എനിക്ക് അതിനു മുമ്പ് അതിനകത്തൊരു അനക്ഡോട്ട് പറയാനുള്ളത്, എൻ്റെ വളരെ വളരെ അടുത്തൊരു സുഹൃത്തും നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വലിയ അമേസിങ് മ്യൂസീഷ്യനായിരുന്നു ആനന്ദ് കൗശിക്. ഹി വാസ് എ ഗ്രേറ്റ് വീണ പ്ലെയർ. നമ്മുടെ അനന്തപത്മനാഭൻ സാറിൻ്റെ മകനാണ്, ബട്ട് ഹീസ് നോ മോർ നൗ. അപ്പോൾ ഈ ആവോ മനമോഹനയുടെ ലിറിക്സ് ഞാൻ ഒരു പ്രാവശ്യം ഒരു മീരയുടെ ബുക്കിൽ കണ്ടിട്ട് ഐ വാസ് ടെല്ലിങ് ഹിം, അണ്ണാ നമുക്കത് ട്യൂൺ ചെയ്യണം. സോ എൻ്റെ പല്ലവി അനുപല്ലവി ഞാൻ ചെയ്തു. ചരണത്തിന് എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ട്യൂൺ വരണില്ല. അപ്പോൾ എനിക്കിത് കോമൺ ആക്കാൻ താല്പര്യം ഇല്ലായിരുന്നില്ല. സോ വൺസ് ഹി കെയിം ഹോം, വെറുതെ കാഷ്വലായിട്ട് വന്നപ്പോൾ അദ്ദേഹമാണ് ആ ചരണം അങ്ങനെ ആക്കിയത്. അപ്പം അതെനിക്ക് മറക്കാൻ പറ്റാത്ത എച്ച്ഡ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. അദ്ദേഹം ഞാൻ ഒരുമിച്ച് അത് ട്യൂൺ ചെയ്തു എന്നുള്ളത്. സോ ഐ സ്റ്റാർട്ട് ഫ്രം ദ ചരണം ആൻഡ് സിംഗ് ദി പല്ലവി. തും ആയാ ബിൻ സുഖ നഹി മേരെ, തും ആയാ ബിൻ സുഖ നഹി മേരെ, തും ആയാ बिन सुख नहीं मेरे, तुम आया बिन सुख नहीं मेरे, दिल में बहुत पूछाट आओ मनमोहना, आजी जो थारी बाट आओ मनमोहना, मनमोहना. നേരത്തെ പറഞ്ഞ അറിവിൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ ഇതാണ് ഇത്. ഈ രാഗം ഒരു പ്രാവശ്യം കന്യാകുമാരി മാഡം ഒരു കച്ചേരിയിൽ രാഗമാലിക സ്വരംസ് അദ്ദേഹം ഒരുപാട് ഇങ്ങനെ വായിക്കും. കുറേ രാഗങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ റിവേഴ്സ് വായിച്ചിട്ട് തിരിച്ച് പാട്ടിലോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അതിലൊരു ഒരു രാഗമായിരുന്നു ഇത്. ചോദിച്ചറിയാൻ പറ്റിയത് പ്രിയദർശിനി എന്നാണ് അതിൻ്റെ പേര്. ഈ 100 രാഗങ്ങളിൽ 100 ശ്ലോകങ്ങൾ ചൊല്ലി എന്നിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് 100 രാഗങ്ങളൊക്കെ ഒരുമിച്ച്? അല്ല, ഇറ്റ് വാസ് കമ്പോസ്ഡ്. അത് നമ്മുടെ KR കേദാരനാഥൻ സാറ് ഓൾറെഡി കമ്പോസ് ചെയ്ത് വെച്ചിരുന്നതാണ്. ബട്ട് അത് ഈ പറയുന്ന പോലെ അന്ന് ലൈവായിട്ട് പാടിയിട്ട് ആൾക്കാരത് ഏർത്തിട്ടാക്കി. പിന്നെ അതങ്ങനെ മണ്ണിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി നവരാത്രിക്ക് എന്നാൽ നമുക്ക് സൗന്ദര്യലഹരി ചെയ്യാം. സൗന്ദര്യലഹരിയുടെ 100 വേഴ്സസ് ആണ്. അപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ നല്ല വെർഷൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് കേദാർനാഥ് സാറിൻ്റെ ഒരു വെർഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പാടുപെട്ടു കേട്ടോ. എൻ്റെ നൊട്ടേഷനും എൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ആ ട്യൂണൊക്കെ കിട്ടാൻ ഒരുപാട് പാടുപെട്ടു, ഭയങ്കരമായിട്ട് പാടുപെട്ടു. നവരാത്രി 2ാമത്തെ 3ാമത്തെ ദിവസമൊക്കെയാണ് 7ാമത് പോകേണ്ടതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ. അത്രയും ഒരു നെക്ക് ടു നെക്ക് ആയിപ്പോയി ആ ഒരു പ്രോജക്റ്റ്. ബട്ട് ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് തോന്നി. 100 രാഗാസിൽ ഒരു മ്യൂസീഷ്യൻ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊരു. ഞാൻ അതുകൊണ്ട് വേഗം വീണ്ടും നമ്മുടെ ഗുരുക്കന്മാരിലേക്ക് തന്നെ വരാം. ഇങ്ങനെയായിരുന്നു ഇപ്പോൾ പൊന്നമ്മാൾ, പറശ്ശല പൊന്നമ്മാൾ, ഇവരൊക്കെ ആയിട്ടുള്ള അവരോടൊക്കെ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ. നമുക്കത് പറഞ്ഞറിയിക്കാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ചിലപ്പോൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു എൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല.
ഒരു ഗുരു എന്ത് പകർന്നു തന്നു എന്ന് പറയുന്നതിൽ അല്ലേ. പക്ഷെ ആ 3 ഗുരുക്കന്മാരും നന്ദിനിയെ പോളിഷ് ചെയ്തെടുക്കുന്നതിൽ, നന്ദിനി എന്ന കർണാട്ടിക് മ്യൂസിഷ്യനെ ഫോം ചെയ്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് അല്ലേ. അവരിൽ നിന്ന് എന്താ നന്ദിനി ഒരു ഊർജം കൊണ്ടുവന്നത്? 3 പേർക്ക് 3 രീതിയാണ് പഠിപ്പിക്കുന്ന ഇതൊക്കെ. അതായത് നമ്മളൊരു ദർ ഇസ് എ സ്റ്റേജ് ഇൻ അവർ ലൈഫ് വെയർ വി റിയലി ഡോണ്ട് നോ വൈ വി ആർ ഗോയിങ് ഫോർ ദ പാർട്ട് ക്ലാസ്. നമ്മൾ എന്തിനു പഠിക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നു, അവർ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നു, പുറത്തുപോയി പാടുന്നു. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നല്ലാതെ നമുക്കത് സീരിയസ് ആയിട്ട് അതിലോട്ട് നമ്മൾ സ്വിം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഭാഗ്യലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്തൊക്കെ പഠിക്കുമ്പോൾ. പക്ഷെ കോമ്പറ്റീഷൻസിന് പങ്കെടുക്കുക, പ്രൈസ് വാങ്ങിക്കുക, ഇതൊക്കെ നടക്കും. ബട്ട് ദർ ഇസ് വൺ പോയിന്റ് ഇൻ എവറി മ്യൂസീഷ്യൻസ് ലൈഫ് വെയർ ദറ്റ് സീരിയസ് ട്രാക്ക് വി ഫോൾ ഇൻ. ഓക്കെ, അപ്പം അങ്ങനെ വന്ന സമയത്താണ് വെൻ ഐ വാസ് 15 ഓർ സോ അപ്പം എന്നെ പൊന്നമാൾ ടീച്ചറിനടുത്തും വർമ്മ സാറിനടുത്തും ഒരേ സമയം ആക്കുന്നത്. ദാറ്റ് വാസ് വെരി ഈസി ഫോർ മീ ബിക്കോസ് ഇപ്പോൾ പൊന്നമാൾ ടീച്ചർ എന്ന് പറയുന്നത് ഇസ് എ ഗുരു ടു ഓൾമോസ്റ്റ് എവറി വൺ ഇൻ കേരള. അപ്പോൾ വർമ്മ സാറും പൊന്നമാൾ ടീച്ചറിൻ്റെ ശിഷ്യനാണ്. അപ്പം ഇവരുടെ അടുത്തും അദ്ദേഹത്തിൻ്റെ അടുത്തും ഒരുമിച്ച് പഠിക്കുന്നത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. അവർക്കും അത് ഈസി ആയിരുന്നു. സാധാരണയായിട്ട് 2 പേരുടെ അടുത്ത് പാരലലി പഠിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ മുഷിപ്പ് തോന്നാം, എന്താ ഇനിയിപ്പോൾ അവിടെ എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ തോന്നാം സ്വാഭാവികമായിട്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇവർ തമ്മിലുണ്ടായിരുന്നില്ല. ക്ലാസ്സസിൻ്റെ കാര്യം ഇപ്പോൾ വർമ്മ സാറിൻ്റെയും പൊന്നമാൾ ടീച്ചറിൻ്റെയും പറയുകയാണെങ്കിൽ, കർണാട്ടിക് മ്യൂസിക്കിൽ കൃതീസ്, കോമ്പോസിഷൻസ് ആണ് ലയൺ ഷെയർ. ആ കോമ്പോസിഷനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും നമ്മൾ മനോധർമ്മം എന്ന് പറയുന്ന ആസ്പെക്റ്റ് പ്ലേ ചെയ്യുന്നത്. അതിനൊരു വലിയ പാഠാന്തരം ഉണ്ടാവണം, ദറ്റ് സിസ്റ്റമാറ്റിക് ലേണിംഗ് ഓഫ് ദറ്റ് കൃതി. അത് എനിക്ക് ഒരു വലിയ വഴിയും സമ്പത്തും ഉണ്ടാക്കി തന്നത് ഈ 2 പേരാണ്, വർമ്മ സാറും പൊന്നമാൾ ടീച്ചറും. അത് വളരെ സോളിഡായിട്ടൊരു 100 to 120 കൃതീസ് 2 പേരുടെ അടുത്തുമായിട്ട് പഠിച്ചത് എനിക്കതൊരു വലിയ സ്വത്തായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ക്ലാസ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, പൊന്നമാൾ ടീച്ചർ വാസ് 83 വെൻ ഐ ജോയിൻഡ് ഹെർ ക്ലാസ്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് പ്രിറ്റി ഓൾഡ് ഷീ വാസ് ആൻഡ് ഐ വാസ് വെരി വെരി യങ്. നമ്മൾ നമ്മുടെ ഭയങ്കര സ്പീഡിലും അവരവരുടെ ഡെഡ് സ്ലോയിലും ഉള്ള ഒരു സമയമാണ് എന്നാലോചിക്കുക. ബിക്കോസ് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പാടുമോ നമുക്കൊന്നും അറിയില്ലല്ലോ. ബട്ട് ഷീ വാസ് വെരി ഷാർപ്പ് ഇൻ ഹെർ മ്യൂസിക്. അപ്പോൾ കൊണ്ട് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ടീച്ചർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പഠിപ്പിക്കാം. ബിക്കോസ് ഷീസ് ഫെഡ് അപ്പ്, മതി വയ്യ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പഠിപ്പിക്കാം. എന്നാലും നമ്മളത് കേട്ടിട്ട് മാക്സിമം പഠിക്കാൻ പറ്റുന്നത് പഠിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഹിരൺമയും ലക്ഷ്മി എന്ന് പറഞ്ഞ കീർത്തനം പഠിപ്പിച്ചപ്പം ഐ മേഡ് എ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് എ വെരി വെരി സ്മോൾ മിസ്റ്റേക്ക് ആൻഡ് അൺനോട്ടീസബിൾ മിസ്റ്റേക്ക്. സോ പൊന്നമാൾ ടീച്ചറിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഷീ വിൽ നെവർ സേ ദാറ്റ് ദിസ് ഇസ് വെയർ യു വെൻറ്റ് റോങ്, പറയില്ല. ഇൻസ്റ്റെഡ് ഷീ കീപ് റിപ്പീറ്റിംഗ്. അപ്പം 3-4 പ്രാവശ്യമായിട്ട് ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കുമ്പം എനിക്കൊരു ചെറിയ സംശയം വന്നു, ഞാൻ എവിടെയോ തെറ്റിച്ച് പാടുന്നതുകൊണ്ടായിരിക്കും ടീച്ചർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഇതാണ് ലൈൻ. അപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പാടി, ടീച്ചർ പാടുന്നത് കണ്ടുപിടിക്കാൻ പറ്റുമോ എവിടെയാണ് തെറ്റെന്ന്? ആ ഒരു താഴോട്ടുള്ള എന്ന് ഞാൻ പാടി, എന്ന് ടീച്ചർ പാടി. ഇത് ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ടീച്ചർ എത്ര തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് ഞാൻ ഇതായിരിക്കും എന്ന് പറഞ്ഞ് ഇത് കറക്റ്റ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ റിയാക്ഷൻ. ഷീ വെന്റ് ഫോർ ദ നെക്സ്റ്റ് ലൈൻ. ഇത് വളരെ സ്ലോ പ്രോസസ്സാണ് ടു റെക്ടിഫൈ എ പേഴ്സൺ, ബട്ട് ഇറ്റ് ഈസ് പെർമനൻറ്റ്. ഇനി ഞാൻ ഒരിക്കലും അത് മറക്കില്ല. ഞാൻ പഠിപ്പിക്കുമ്പോഴും ഞാൻ പാടുമ്പോഴും എനിക്ക് ആ മിസ്റ്റേക്ക് അന്ന് ടീച്ചർ അത് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞത് ഒരിക്കലും എൻ്റെ ബ്രെയിനിൽ നിന്ന് പോവില്ല. അതേപോലെ തന്നെ സാറിൻ്റെ ക്ലാസ്സുകൾ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു ഒരു കാര്യം പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഉറപ്പിക്കുമായിരുന്നു അത്. സോ ഇവരുടെ 2 പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഇവരുടെ അടുത്തുനിന്ന് പഠിച്ച കോമ്പോസിഷൻസ് എവിടെ പാടിയാലും എൻ്റെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ആ ക്ലാസ്സാണ്. ഐ വുഡ് സേ ദിസ് ഇസ് ദി എഫിഷ്യൻസി ഓഫ് എ ഗുരു. ആ ഗുരുവിൻ്റെ ക്ലാസ് നമ്മളൊരു പാട്ട് പാടുമ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് എവർ എ ഗുരു ക്യാൻ അച്ചീവ്. ആൻഡ് നോട്ട് ടു ഗെറ്റ് ടു എക്സൈറ്റഡ് വിത്ത് എനി ന്യൂസ് എന്നുള്ളത് പഠിച്ചത് പൊന്നമാൾ ടീച്ചറിൻ്റെ അടുത്താണ്. ടീച്ചറിന് സ്വാതി പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയാനായിട്ട് ഫോൺ കോൾ വന്നു മിനിസ്ട്രിയിൽ നിന്ന്. സോ ഐ വാസ് അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് ഐ ടുക്ക് ദ ഫോൺ. ടീച്ചർ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഐ ഗേവ് ദ ഫോൺ ടു ഹെർ. അപ്പോൾ പതുക്കെ നടന്നേ വരാൻ പറ്റുള്ളൂ. പതുക്കെ നടന്ന് ആ ഫോൺ എടുത്തപ്പം ആ ഫോണിൽ പറയുന്നത് ഞാൻ ബേബിയാണ്,
ടീച്ചറല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബേബിയാ അപ്പടിയാരെ എനിക്ക് தெரியாதே നിങ്ങൾ തപ്പാ കൂപ്പിട്ടുകൾ നിങ്ങൾ തെറ്റി വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഫോൺ വെച്ചു. ബാക്കി കണ്ടിന്യൂ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പോലീസ് ജീപ്പും ഭയങ്കര കാതും ബഹളമൊക്കെ ആയിട്ട് TV ചാനലുകാരൊക്കെ എല്ലാം കൂടി വീട്ടിലേക്ക്. മിനിസ്റ്റർ വന്ന് പറയാണ്, നമസ്കാരം, ഞാൻ MA ബേബിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ടീച്ചർക്കാണ് ഈ വർഷത്തെ സ്വാതി പുരസ്കാരം എന്ന് പറയാൻ കുറച്ച് മുമ്പ് വിളിച്ചത് ഞാനാണ്. ടീച്ചർ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് പറയാൻ വന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് ആണോ ഇരിക്കും, കാപ്പി കുടിക്കട്ടോ, കാപ്പി എടുക്കാൻ പറയട്ടെ. അതായത് ഇത്ര വലിയൊരു കാര്യം അദ്ദേഹം പറയാൻ മിനിസ്റ്റർ നേരിട്ട് വന്നിരിക്കുന്നു. ഒരു എക്സൈറ്റ്മെന്റേ ഇല്ലാതെ അതിനെ എത്ര ഗ്രൗണ്ടഡ് ആക്കാൻ പറ്റും. ഞാനപ്പോൾ വിചാരിച്ചു, വരൂ, നമ്മൾ പറയില്ല, അങ്ങനെയെങ്കിലും പറയും. അതെയോ, ശരി, ഇരിക്കും. അതൊക്കെ വലിയ പുരസ്കാരങ്ങളാണ് എൻ്റെ ഗുരുനാഥന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ അനുഗ്രഹമായിരിക്കും ഈ കൊല്ലം എനിക്ക് കിട്ടിയത്. വളരെ സെൻ മോഡ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ കാണാൻ പറ്റില്ല ഒരാൾ. എന്നിട്ട് വന്നവർക്കെല്ലാം കാപ്പി. അന്ന് എത്ര പേര് അവിടെ ഒന്നും എനിക്ക് തന്നെ അറിയില്ല. ലാസ്റ്റ് ഞാൻ അപ്പുറത്തെ എവിടെ നിൽക്കായിരുന്നു, അപ്പുറത്തെ പറമ്പിൽ, ബിക്കോസ് അത്ര ആൾക്കാരെൻ്റെ വീട്ടിൽ. ടീച്ചറിനോട് പറയാൻ വന്നത്. സോ ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ് വൺ ക്യാരക്ടർ ഓഫ് ടീച്ചർ. ഷീ നെവർ ഗെറ്റ്സ് എക്സൈറ്റഡ് വിത്ത് എനിത്തിങ്. ഗ്രേറ്റ് ലേഡി. തീർച്ചയായും അച്ഛനും അമ്മയും നമ്മളെല്ലാ മ്യൂസീഷ്യൻ ആണെങ്കിലും ഡാൻസർ എനി കൈൻഡ് ഓഫ് കിഡ് അല്ലേ, എങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിലും നമുക്ക് ആദ്യം നമ്മളെ തിരിച്ചറിയുന്നത് അച്ഛനും അമ്മയാണ്. തീർച്ചയായും അല്ലേ, അമ്മയായിരിക്കും ഒരു പടി കൂടി മുന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചും കൂടി. എങ്കിലും അമ്മയും അച്ഛനും ഒരുമിച്ചായിരുന്നു നന്ദിനിയുടെ ജീവിതത്തിൽ. കാര്യത്തിൽ അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു. അതെ അതെ. ചേട്ടനാണ് ആദ്യം പഠിക്കുന്നത് വീട്ടില് പാട്ട്. സോ ഐ വാസ് 3 years younger than him that time, and കൈ കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എനിക്കത് അതിങ്ങനെ വിരലും കുടിച്ചോണ്ട് അവന്റെ അടുത്ത് കിടന്ന് പാട്ട് ക്ലാസ് കേൾക്കുന്നതൊക്കെ എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു. പിന്നെ നീ ചുമ്മാ അങ്ങനെ കിടക്കും അവിടെ പോയിട്ട്, നീ പാടുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചതല്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവൻ പാടുന്നൊക്കെ ഞാൻ പാടുന്നുണ്ട്. ആ കേൾവിയാണ്, എന്നെ പഠിപ്പിച്ചിട്ടല്ല. സോ ദെൻ ദേ ഓൾസോ ഫൗണ്ട് ദാറ്റ് വി വെർ വെരി ഗുഡ് ഇൻ ഫൈൻഡിങ് രാഗാസ്. കച്ചേരിയൊക്കെ ചെറിയ പ്രായം മുതലേ നന്ദിനി രാഗം ഐഡന്റിഫൈ ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും ചെയ്യുമായിരുന്നു എന്ന് കേൾക്കാൻ വരുന്നവരൊക്കെ പറയുമായിരുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് പറയും രാഗമൊക്കെ എന്ന് പറയും. അപ്പായുടെ ഒരു റോൾ വളരെ അധികമാണ്. ബിക്കോസ് അപ്പയുടെ സൈഡാണല്ലോ ഈ മുത്തശ്ശന്റെ ഇത് വരുന്നത്. ഉള്ളിൽ നിറച്ച് സംഗീതമുള്ളൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. ഇപ്പോൾ ഒരു പർമ്മസാറിൻ്റെയോ പൊന്നമ്മാൾ ടീച്ചറിൻ്റെയോ ഒക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഹി വിൽ ബി വെരി ക്യൂരിയസ് ടു നോ വാട്ട് ഐ ലേൺഡ്. But he is a person who never brings any expression on his face, and he's very, very subtle. ഇന്നെന്ത് പറഞ്ഞു ഇത്രയാണ് എനിക്ക് എന്നെ പഠിച്ചേ. ഞാൻ പറഞ്ഞു, ഇതാണ് അത് KV നാരായണ സ്വാമിയുടെ കൂടെ കേട്ടുള്ളൂ. അദ്ദേഹം ഇത് കേവമായിട്ട് പാടുമായിരുന്നു. സോ ഹീ ന്യൂ. ഇപ്പം ഏത് കീർത്തനം ഞാൻ പഠിച്ചാലും അതിൽ ഏറ്റവും ബെസ്റ്റ് ആരാണോ ചെയ്തിട്ടുള്ളത് മുൻകാലത്ത് എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആൻഡ് അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ ഹാസ് സാക്രിഫൈസ്ഡ് എ ലോട്ട് ഫോർ ബോത്ത് ഓഫ് us, ആൻഡ് എസ്പെഷ്യലി ഫോർ മീ. ബിക്കോസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് ഭജന പദ്ധതി അങ്ങനത്തെ ഇതാണ്. അതായത് ഇന്ന രാഗമാണെന്ന് പാടുന്നതെന്ന് അറിയാതെ അവർ ആ രാഗത്തിൽ പാടുന്ന ഒരു കുടുംബമാണ്. അപ്പം പൂജയൊക്കെ ചെയ്യുമ്പം അമ്മയുടെ അച്ഛൻ സാവേരിയിലാണ് പാടുന്നതെന്നുള്ളത് എൻ്റെ അച്ഛനെ അമ്മ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളിപ്പോൾ പാടുന്നത് സാവേരിയാണോന്ന് എൻ്റെ അച്ഛൻ പറയുമ്പോൾ അപ്പടിയാ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് പാടുന്നതെന്ന് അറിയില്ല, പക്ഷെ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അതാണ് മ്യൂസിക് ആണ്. അപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, രണ്ട് വഴിയിലും മ്യൂസിക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മ കല്യാണത്തിന് ശേഷം ഓഫ് കോഴ്സ് അച്ഛൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുക, അതിനനുസരിച്ചാവുക, ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പഠിക്കുക, ഇതൊക്കെ ചെയ്ത ഒരു സ്നേഹം. അപ്പോൾ അതൊരു വലിയ സാക്രിഫൈസ് ആണ്, തീർച്ചയായിട്ടുമാണ്. സോ വെൻ ഇറ്റ് കംസ് ടു മൈ ബ്രദർ, ഹീ ഈസ് വെരി ഗുഡ് ഇൻ മൃദംഗം ഓൾസോ. വൈദ്യനാഥ് സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തതെല്ലാം മൃദംഗത്തിൻ്റെ കൂടെയാണ്. സോ എനിക്ക് താളമോ വേറൊരു മൃദംഗിസ്റ്റ് വായിക്കുമ്പോൾ ഉള്ളൊരു പേടിയോ സ്റ്റേജ് മാനേജ്മെൻറ്റിൽ ഒരു ഷിവറിങ് ഒന്നുമില്ല. അതില്ലാതാവുന്നത് ഈ മൃദംഗത്തിൻ്റെ കൂടെയുള്ള പ്രാക്ടീസാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇറ്റ് വാസ് എ കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ഫോർ മൈ ഗ്രോത്ത് ഇൻ മ്യൂസിക്. ഓൾ 3 of them, ബോത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദർ, അവർ തുല്യ പങ്ക് വഹിക്കുന്നു. കർണാടക സംഗീതത്തിൽ നമ്മൾ പല ലാംഗ്വേജ് അല്ലേ, ഇപ്പം നമ്മൾ സംസ്കൃതം, തെലുങ്ക്, കന്നഡ, പക്ഷെ മലയാളം വളരെ കുറവാണ്, റെയർ ആണ് അല്ലേ? ഉണ്ട്, ഇല്ലാന്നല്ല, എന്നാൽ മറ്റതിനെ അപേക്ഷിച്ച് മലയാളം കന്നഡ പോലെ തന്നെ മലയാളം ഉണ്ടല്ലേ, പക്ഷെ നമ്മളിലേക്ക് വരുന്നില്ല കൂടുതൽ. നമ്മളിപ്പോ ലേണിംഗ് ടൈമിലൊക്കെ നമ്മൾ പാടുമ്പോഴും കേൾക്കുമ്പോഴും പാടുന്നില്ല. അതാണ് നമ്മൾ കേൾക്കുന്നില്ല. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ആതിര, നമുക്ക് തമിഴ് കീർത്തനം പഠിക്കണം എന്നുള്ള ആഗ്രഹം വല്ലാതെ ഉണ്ടാവുകയും സ്വന്തം നാട്ടിലെ കീർത്തനങ്ങൾ പഠിക്കാൻ ഒരിക്കലും എപ്പോഴും നന്ദിനി തന്നെ പറഞ്ഞതാണ് എന്റെ ഓർമ്മയിൽ. അതായത് മലയാളത്തിലുള്ളത് കുറച്ചും കൂടി പോപ്പുലാരിറ്റി കൊണ്ടുവരണം. അത്തരം പ്രോസസ്സുകളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഒത്തിരി ആക്ച്വലി അതിനു വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് പലരും പല ഭാഗത്തും എടുത്തു തുടങ്ങിയിട്ടുണ്ട്.
കുറച്ച് പേര് അത് പഠിക്കാൻ ഇനിഷ്യേറ്റീവ് കാണിക്കുന്നുണ്ട്. ഇനിയും അത് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ലേണിംഗ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് നല്ല കോമ്പോസിഷൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ. അതെ, എനിക്ക് ഓർമ്മ മലയാളത്തിലുള്ള അതുപോലെ മലയാളത്തിൽ ഞാനൊരു വളരെ സൂതിങ് ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ് ഇരേമൻ തമ്പിയുടെ നീലാംബരി രാഗത്തിലാണ് കേട്ടോ. എന്തോ ഞാൻ ഈഹ ചെയ്വൂ അഴലിന്നാരോടു ചൊല്ലൂ, എന്തോ ഞാൻ ഈഹ ചെയ്വൂ അഴലിന്നാരോടു ചൊല്ലൂ, ഹന്തമൽ പ്രിയ നിന്നു എന്നെ അകതാരിൽ മറന്നു, എന്തോ ഞാൻ ഈഹ ചെയ്വൂ. ആ ട്യൂണിനനുസരിച്ചുള്ളൊരു വാക്കും അല്ലെങ്കിൽ വാക്കിനനുസരിച്ചുള്ള ട്യൂണും അല്ലേ. അപ്പം ഇതുപോലത്തെ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തോടിയും കല്യാണിയോടുള്ള ഒരു പ്രേമം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ട് എക്സ്ട്രീംസ് ആയിരുന്നു. അതെ അതെ, എപ്പോഴും പറയാറുണ്ട് അല്ലെ, തോടിയും കല്യാണിയും ഉണ്ട്, അതിന് നന്ദിനി ഭയങ്കര ആ രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പോൾ പല ആളുകളും പല രാഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഒരു മ്യൂസീഷ്യനോട് ഞാൻ ചോദിക്കുക ഏതാണ് ഇഷ്ടപ്പെട്ട രാഗം എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം അതൊരിക്കലും കുറച്ചറിഞ്ഞ ആളുകൾക്ക്, അതെ, അറിവുള്ള ആളുകൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട രാഗം എന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയും എനിക്ക് പല രാഗങ്ങളുണ്ടാവും. പക്ഷെ അത്രയും അറിവുള്ള ഒരാളെ സംബന്ധിച്ച് ഇന്ന രാഗത്തിനോട് എനിക്ക് ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തോടിയോടും കല്യാണിയോടും ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അതിലിങ്ങനെ രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന രണ്ട് രാഗങ്ങളാണ്. അപ്പൊ അങ്ങനെ ശരി തെറ്റ്, കറുപ്പ് വെള്ള എന്നൊക്കെ പറയുന്ന പോലെ ഇത് രണ്ടും രണ്ട് എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ രണ്ടും ഡിഫറെൻ്റ് ആണ് നോട്ട്സ് കംപ്ലീറ്റ്ലി. അപ്പം അതിൽ കിട്ടുന്ന ഒരു രസം ഉണ്ടല്ലോ, അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം ഒരു അട്രാക്ഷൻ തോന്നിയത്. പിന്നെ സാധ്യതകൾ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരാൾക്ക് ഇല്ല എന്നല്ല, മേ ബി ഞാൻ അതിൽ കൂടുതൽ കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കും. ഭയങ്കര സാധ്യതകൾ എനിക്ക് തോന്നാറുണ്ട്. തോടി ബൈ ബർത്ത് ഇറ്റ് സെൽഫ് ഐ തിങ്ക് ദർ ഇസ് സം കണക്ട്. ബിക്കോസ് അമ്മ എന്നെ ക്യാരിങ് ആയിരുന്നപ്പോൾ KS ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഫ്ലൂട്ട് കച്ചേരിക്ക് പോയിരുന്നു. അന്ന് കച്ചേരി ഒരുപാട് അമ്മ പാവം എന്നെ ക്യാരി ചെയ്യുമ്പോഴേ കേൾക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം അന്നൊരു 10-45 മിനിറ്റ് തോടി രാഗ ആലാപനം മാത്രം ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് വിശന്നിട്ടാണോ അന്നത്തെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ ഈ പ്രഗ്നൻസിയുടെ ടൈമിലുള്ള എന്തോ ഒരു സിറ്റുവേഷൻ കാരണം അമ്മയ്ക്ക് വല്ലാണ്ടായിട്ട് അമ്മ ഹാള് വിടേണ്ടി വന്നു അന്ന്. ഷീ എക്സിറ്റഡ് ഫ്രം ദ കോൺസെർട്ട്. വളരെ ഒരു റെയർ കോയിൻസിഡൻ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം ഞാൻ ആദ്യം മുതലേ പറയുന്നത് തോടിയാണ്. മേ ബി അന്ന് അത്രയും കേട്ടതിൻ്റെ ആണോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ കണക്ട് ചെയ്ത് നോക്കാറുണ്ട്. ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ചില രാഗങ്ങളോട് നമുക്ക് ചിലർക്കൊരു ഇതുണ്ടാവും. അങ്ങനെ ഒരു ഇമോഷണൽ കണക്ട് തോടിയുമായിട്ടുണ്ട്. കല്യാണി ഓഫ് കോഴ്സ് പാടി ഇഷ്ടം വന്നതാണ്. അതിൻ്റെ സാധ്യതകളൊക്കെ ആലോചിച്ചിട്ട്. കച്ചേരികളിൽ നമ്മൾ സെലക്ട് ചെയ്യുക എന്ത് അടിസ്ഥാനത്തിലാണ് നന്ദിനി സെലക്ട് ചെയ്യുന്നത്? ആദ്യം എവിടെ പാടുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. സ്റ്റേജ് അനുസരിച്ചാണ്. ആരാണ് കേൾക്കാൻ വരുന്നതെന്നാണല്ലോ നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. കൂടെ വായിക്കുന്നത് പിന്നെയാണ്. കേൾക്കുന്നത് ഇപ്പോൾ ഒരു സഭയാണെങ്കിൽ ഓക്കെ, കർണാടക സംഗീതത്തിനെ പറ്റി അറിയാവുന്നവർ വരും, അല്ലെങ്കിൽ പഠിക്കുന്നവർ വരും, പഠിപ്പിക്കുന്നവർ വരും. സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ഗൗരവമുള്ള കോമ്പോസിഷൻസോ കാര്യങ്ങളോ ടെക്നിക്കൽ സൈഡൊക്കെ നമുക്ക് നല്ല സ്ട്രോങ് ആക്കാം. അതിന് നല്ല പ്രിപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി എല്ലാവരോടും എല്ലാം പറയും, ഇങ്ങനെയൊക്കെയാണ് പാടുന്നതെന്ന്. പക്ഷെ അതേസമയം കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതൊരു ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുക. അവർ ചിലപ്പോൾ റിക്വസ്റ്റ് ഓൾറെഡി പറയുന്നതിനൊക്കെ പാടണേ, മാരേജ് സോങ്സ് പാടണേ, കുട്ടി ഭജൻസ്, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെടുക. അവിടെ പോയിട്ട് ഞാനൊരു ആനന്ദനം വലിയ പാടിയിട്ട് കാര്യമൊന്നുമില്ല. എന്തിനാ ഈ കച്ചേരി വെച്ചെന്ന് ചോദിക്കും. ഉത്സവങ്ങൾ വേറൊരു ഓഡിയൻസ് ആണത്. അവർക്ക് കേട്ട് പരിചയിച്ചത്, കേട്ട് പഴകിയത്, സിനിമയിലൊക്കെ വന്ന കർണാട്ടിക് മ്യൂസിക് സോങ്സ്, അതൊക്കെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇന്നലെ പാടിയത് പോലും അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് കേൾവിക്കാരാരാണ് ആദ്യം, അവരെ രസിപ്പിക്കുക എന്നുള്ളതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. കർണാട്ടിക് മ്യൂസിക് ഇങ്ങനെ തന്നെ ആയിരിക്കും, നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി, നമുക്ക് പറയാൻ പറ്റില്ല. കർണാട്ടിക് മ്യൂസിക്കിലെ തന്നെ പല ഡിഗ്രീസ് ഓഫ് സാധനങ്ങളുണ്ട്. അതിലേതാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഒരു മിക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും പല സ്ഥലത്തും. കഥകളി പദങ്ങൾ അല്ലെങ്കിൽ കഥകളി കുറെ കാണുന്ന ഒരാളാണ് നന്ദിനി. കഥകളിയോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. ആർട്ട് ഫോമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഥകളിയോടാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി മറ്റ് ഫൈൻ ആർട്സ്, കർണാട്ടിക് മ്യൂസിക് ഒഴിച്ചുള്ള ബാക്കി ഫൈൻ ആർട്സ് നോക്കുകയാണെങ്കിൽ കഥകളിയോട്. അപ്പൊ കഥകളി പദം പാടിയിട്ടുണ്ട് അല്ലെ? കമ്പോജിയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതിലും ഞാനും പിന്നെ അതിലും പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കാമ്പോജിയിലെ പാട്ടൊന്ന് പാടാം. അതെ.
ഹരിണാക്ഷി ജന മൗലി മണേ നീ ഹരിണാക്ഷി ജന മൗലി മണേ നീ അരികിൽ വരിക മാനിനി എന്നരികിൽ വരിക മാനിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി. ഈ പാട്ട് പാടി റെക്കോർഡ് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, ഇത് പുരുഷന്മാർ പാടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് മെയിൽ സിംഗേഴ്സ്, മധുചേട്ടനോ അതിനും മുന്നേ ഉള്ള ജനറേഷനിൽ വേണുമണി ഹരിദാസ് സാറിനെ അതിന് മുമ്പുള്ള സീനിയേഴ്സിനെ ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ. അപ്പം എന്നെ എന്തിനായിരിക്കും ഇത് പാടിക്കുന്നത്, നമ്മളത് പാടിയിട്ട് ആ ഒരു എഫക്റ്റ് വരുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ലക്ഷ്മി ഗോപാലസ്വാമി ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലാണ് ഹരിനാക്ഷി പദം എൻ്റെ വരുന്നത്. അപ്പം എൻ്റെ വോയിസ് ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവ് വേറെയാണ്. ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ അവസാനമാകുമ്പം മധുചേട്ടൻ പാടിയ ഹരിണാക്ഷി ഒറിജിനൽ വരുന്നുണ്ട്. അതോടുകൂടി ഞാൻ എന്നെ എന്തിനാ പാടിച്ചത്. അപ്പൊ ഞാന് അതെന്താന്നറിയോ, നമ്മളെ സാറിനോടും ചോദിക്കാൻ പറ്റില്ല, ചോദിക്കണം തോന്നിയില്ല. അപ്പോൾ നമ്മൾ ആ എസ്തെറ്റിക്സ് അത്രയും എൻജോയ് ചെയ്യുന്നവരായതുകൊണ്ട് ഞാൻ മധുചേട്ടനെ വിളിച്ചു. ചേട്ടൻ ഇതിൽ പാടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ കടും കൈ ചെയ്യില്ലായിരുന്നു. ബിക്കോസ് വി ആക്ച്വലി ഷെയർ എ വെരി ഗുഡ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് എസ്റ്റീം ഫോർ ബോത്ത് ഓഫ് എസ്. ഏത് സമയത്ത് വിളിച്ചാലും മധുചേട്ടൻ അപ്രോച്ചബിൾ ആണ്. എൻ്റെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അദ്ദേഹം എന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കാറുണ്ട്. വി ഷെയർ എ വെരി ഗുഡ് മ്യൂസിക്കൽ കമ്പാനിയൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ഞാൻ പാടിയിട്ടുണ്ടെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഈ പാപനാശ ശിവന്റെയും സ്വാതി തിരുനാളിന്റെ ഒക്കെ കൃതികൾ കൂടുതൽ നന്ദി പാടാറുണ്ടോ? എവിടേക്ക് അങ്ങനെയൊക്കെ കുറച്ചും കൂടി അതിനോടൊരു ഇഷ്ടം കൂടുതലുള്ളത്? പാപനാശ ശിവൻ കോൺസെർട്ട്സ്, ഐ മീൻ കോമ്പോസിഷൻസ് ഭയങ്കര സ്വീറ്റാണ്. ആ തമിഴ് ലാംഗ്വേജിന് തന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ അത് മെലഡിക് ആകുമ്പോഴേക്കും പറയണ്ടല്ലോ, ഡബിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെയാണ്. സ്വാതി തിരുനാൾ കോമ്പോസിഷൻസിനോട് നമുക്കൊരു വികാരമാണ്. അതെ, നമ്മുടെ നാട്ടിലെ രാജാവിൻ്റെ അല്ലേ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കലയ്ക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനപ്പുറം കോമ്പോസിഷൻസ് ആണ് ഭയങ്കര, കോമ്പോസിഷൻസ് അസറ്റ്സ് തന്നെയാണ്, പറയാതെ നിവൃത്തിയില്ല. പാടേണ്ട രീതിയിൽ പാടിയാൽ നന്നായിരിക്കുന്ന കോമ്പോസിഷൻസ് ആണ്. അപ്പോൾ അതൊരു വികാരം എൻ്റെ എന്ന് പറയുന്ന ഒരു പൊസസീവ്നെസ്സോട് കൂടി പാടുന്ന കോമ്പോസിഷൻസ് ആണ്. രണ്ടുപേരുടെ ഒരു ചെറിയ പോർഷൻ എനിക്കൊന്ന്, ചെറിയ പോർഷൻ സ്വാതി തിരുനാളിൻ്റെ ഇപ്പോൾ ഏതാ, കവിദുര മാധവ സുദതി ആദിദീന സുമ സായക വിദുര മാധവ സുദതി മദിദേന സുമ സായക വിദുര. ഫേമസ് ആയിട്ട് ഒരു പദവർണ്ണമാണ് സ്വാതിരുന്നത്. പാപനാശം ശിവന്റെ സിനിമയിൽ വിട്ടിട്ടുണ്ട്, ഉണ്ട് സിനിമയിലൊക്കെ ഉണ്ട്. മോഹിനിയാട്ടക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പദമാണ് പാപനാശം ശിവന്റെ. ഏതാ എല്ലാരും കേട്ട് പരിചയമുള്ള? ഓക്കെ. പരമേശ്വര പാർവതീപതേ ഹര പശുപതേ പരമേശ്വര പാർവതീപതേ
ഹര പശുപതേ പരാത്പരാ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പാപനാശം ശിവൻ കീർത്തനങ്ങളിൽ ഭയങ്കര സ്കോപ്പുണ്ട് എല്ലാത്തിനും, ഇംപ്രവൈസേഷൻസിനും. മലയാളികൾ എപ്പോഴും പറയുന്ന സംഗതി എന്ന് പറയാറില്ല. അതെ, സംഗതിയിലേക്ക് വരിക. അടുത്ത ക്വസ്റ്റ്യൻ അതിലേക്ക് വരികയാണ്. ഒരു നോർമൽ പീപ്പിളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ റിയാലിറ്റി ഷോ വന്നതിന് ശേഷം, അതിന് മുമ്പ് ഇത്ര സംഗതികളെ കുറിച്ച് ബോധേഡായിരുന്നോ മലയാളി എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഒരു 10-13-14 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് സംഗതി, അല്ലേ? ശരിക്കും പറഞ്ഞാൽ സംഗതിയെ കുറിച്ച് ഒരു ചെറിയ, ഇപ്പോൾ ഒന്നും അറിയാത്ത മ്യൂസിക് നമ്മൾ കേൾക്കുന്ന ആളുകൾ എന്ന നിലയിൽ എന്താ കർണാട്ടിക് മ്യൂസിക്കിനെ സംബന്ധിച്ച് സംഗതി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു പല്ലവി, അനുപല്ലവി, ചരണം, ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് ഒരു പാട്ട് പോകുന്നത്. നമ്മൾ സിനിമാ പാട്ടിലും അങ്ങനെ പറയാറുണ്ട്, പല്ലവി, അനുപല്ലവി, ചരണം പറയാറുണ്ട്. അപ്പം ഈ പല്ലവി എപ്പോഴും ഒരു ബിൽഡിംഗ് ആണ്. ബേസിക് ലൈൻ, അതിൻ്റെ കുറച്ചുകൂടെ ഉള്ള അഡ്വാൻസ് ലൈൻ, പിന്നെ ഒരു ലെയറിംഗ് ഉള്ള ലൈൻ, പിന്നെ ഏറ്റവും നല്ലൊരു ഫൈനൽ ലൈൻ, അങ്ങനെയൊക്കെ വന്നിട്ട് ഒരേ വരിനെ തന്നെ നമ്മൾ എംബലിഷ് ചെയ്ത് പാടും. സ്റ്റേജ് ബൈ സ്റ്റേജ് ആണത്. നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് അത് പോവുക. അതിനാണ് സംഗതി എന്ന് പറയുന്നത്. പൊതുവേ സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പം ഞാൻ പാടില്ല, ഒരു റോള് പോലത്തെ, അത് സംഗതി എന്ന് പറയാം. ബേസിക് ലൈനാണ്. ഈ എംബലിഷ്മെന്റ്സിനെല്ലാം നമ്മൾ സംഗതീസ് എന്ന് പറയും. അത്രേ ഉള്ളൂ. സംഗതി എന്ന് പറഞ്ഞാൽ അതാണ് സംഗതി. എത്ര സംഗതി ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എന്ന് പറഞ്ഞാൽ 3 വേരിയേഷൻസ് ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് 1. അത്രയേ ഉള്ളൂ. ദാറ്റ് എക്സ്ട്രാ അഡീഷണൽ എംബലിഷ്മെന്റ് ടു ദ ബേസിക് ലൈൻ ഇൻ എ സ്ട്രക്ചേർഡ് മാനർ ഇസ് സംഗതി. 700-ലധികം വേദികളിൽ പാടിയിട്ടുണ്ടാവുമല്ലോ. 900 ക്രോസ് ചെയ്തു. ഓൾമോസ്റ്റ് 1000 ഹിറ്റ് ചെയ്യും. എപ്പോഴെങ്കിലും. എല്ലാം ഇന്ത്യയിൽ തന്നെ, പുറത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റ്, അല്ലാതെ ഗോൺ ടു ചൈന പോയിട്ടുണ്ട്. ഇപ്പം ഒരു US ട്രിപ്പ് ഡ്യൂ ആണ്. അങ്ങനെ പോവാറുണ്ട്. സാധാരണക്കാരിലേക്ക് കർണാടക സംഗീതം എത്രമാത്രം എത്തുന്നുണ്ട് നന്ദിനി? ഒരു കുറച്ച് അറിയുന്ന ആളുകൾ ഇത് കേൾക്കുന്നു എന്നല്ല, അപ്പുറം ആളുകൾ കുറച്ചും കൂടി ഇതിനോട്, ഇത് ഒരിക്കലും ഒരു മാസ് എന്റർടൈൻമെന്റോ മാസ് ആർട്ട് ഫോം ആയിട്ടോ കണക്കാക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടേണ്ട കാര്യവും അല്ല. I would always relate this to the analogy of Sanskrit and English. Even if you speak a broken English, people can understand what you're saying from the keywords. But Sanskrit always has to be grammatically correct. നമുക്ക് തെറ്റിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവഭാഷ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കർണാട്ടിക്കിനും ലൈറ്റ് മ്യൂസിക്കിനും ഉണ്ട്. ലൈറ്റ് മ്യൂസിക് യു ക്യാൻ ബൈ ഹാർട്ട് ദ ട്യൂൺ ആൻഡ് സിംഗ്. കർണാട്ടിക് മ്യൂസിക്കിൽ നോട്ട് പ്രസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പാടുന്നതെന്ന് അറിയാതെ പാടാൻ പറ്റില്ല. ഇപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇസ് സഗ സഗ മഗരി, ഈ ഡീകോഡിങ് ഉണ്ടല്ലോ, എന്താണ് അത് എന്നുള്ളത്. ഇപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ LKG കുട്ടിയും പാടും. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ലൈറ്റ്, ഇറ്റ്സ് ഈസി ടു മെമ്മറൈസ്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ നോട്ട്സൊക്കെ ശങ്കരാഭരണത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. സോ അതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് വളരെ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആൾക്കാർക്ക് വിചാരിക്കുന്നത് ഇത് നോട്ട് അപ്രോച്ചബിൾ ആണ്, അത്ര എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ലാത്തതാണെന്നുള്ളത്. പക്ഷേ musicians are becoming more responsible day by day. As you know, there are many big musicians who are trying to bridge this class and mass. ആ ക്ലാസ് എലീറ്റസ്റ്റ് ഓഡിയൻസിൽ നിന്ന് സാധാരണക്കാരിലേക്ക് ഇതിൽ എത്തിക്കാൻ വേണ്ടി പലരും പല രീതിയിൽ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ റീല് ചെയ്യുന്നു, അതെന്തിനാ? ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പണ്ടുള്ളവർ മൈക്കെടുത്ത് ഇത്രയും സംസാരിക്കുന്നവരായിരുന്നില്ല. അവർ വരും, പാടും, പോവും. അപ്പോൾ ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ഓഡിയൻസ് ആൻഡ് ദി ആർട്ടിസ്റ്റ്. പണ്ടുള്ളവർ കേട്ട് പരിചയമുള്ളവരായതുകൊണ്ട് അവർക്ക് കർണാട്ടിക് ഒരു പുതിയ കാര്യമല്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആരെ കർണാട്ടിക് കേൾക്കുന്നത്? ആർക്കറിയാം ഇതിൻ്റെ ബേസിക്സിനെ പറ്റി, ഫൗണ്ടേഷനെ പറ്റി? ആർക്കും അറിയില്ല. അപ്പോൾ എന്താവും? ഇറ്റ്സ് ലൈക്ക് അതിലേക്ക് അവരെ കൊണ്ടുവരാൻ വി ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ബട്ട് മ്യൂസീഷ്യൻസ് എടുക്കുന്ന അത്രയും ശ്രമം ഓഡിയൻസും എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലേ ഇത് ഇന്റർകണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും വെച്ച്. നമ്മളെ ഈ പാടറിവേൻ പഠിപ്പറിവേൻ എന്നൊരു പാട്ട് കേട്ടില്ലേ? അല്ലേ? ആ പാട്ടിനകത്തൊരു ഡിബേറ്റബിൾ ആയിട്ടാണ് പോകുന്നത്, അല്ലേ? സാധാരണ സംഗീതവും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ഡിബേറ്റ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പല മനുഷ്യരും അത് അങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിലാകാത്തൊരു സാധനം. അപ്പൊ അതിന് ആ പാടി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ പല ആളുകളും പറയാറുണ്ട് കർണാടക സംഗീതം അത് അത് ഒരു ക്ലാസ് ഓഫ് പീപ്പിൾസിന്റെയാണ്, അങ്ങനെ അല്ലേ? ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമാണ് അത്. ഇപ്പൊ കുറെ കാലം പുരോഗമിച്ച സമയത്താണ് കുറെ ആളുകൾ സാധാരണക്കാരിലേക്ക് കർണാടക സംഗീതം ആയാലും ഹിന്ദുസ്ഥാനി സംഗീതം, ക്ലാസിക്കൽ കലകളെല്ലാം, അല്ലേ, വന്നിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം ഗുണം ചെയ്തു എന്നതിൽ കവിഞ്ഞ് അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടായിട്ടില്ലേ ശരിക്കും കലയിൽ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈവൻ ചോയ്സ് ഓഫ് കോമ്പോസിഷൻസിൽ വരെ വന്നിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ആദ്യത്തെ തുടക്കം. ബിക്കോസ് കർണാടിക് മ്യൂസിക് അൺലൈക്ക് ദിസ് ഹിന്ദുസ്ഥാനി, വി ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ആദ്യം കുറേ ആലാപനം പാടി, പിന്നെ എപ്പോഴെങ്കിലും ഒരു ഇത് പാടി, സോങ് പാടി, പിന്നെ അതിനുശേഷം സർഗംസ്, അങ്ങനെയല്ല. നമുക്ക് കുറേ കോമ്പോസിഷൻസ് പാടി വിടണം എന്നുള്ള ഒരു രീതി, ഡിസൈൻ അങ്ങനെ ആയിപ്പോയി. അത് ചേഞ്ച് ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഓഡിയൻസ് ഉണ്ട്, ചേഞ്ച് ചെയ്യാത്തവരുണ്ട്. ഡിഫറെൻറ്റ് ഡിസൈൻസ് ഓഫ് കോൺസെർട്ട്സ് ആർ ഹാപ്പനിങ് അറൗണ്ട് നൗ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പല ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഇപ്പം ടു മോർ പീപ്പിൾ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലർ നല്ല ലിസണിങ് ആംബിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇത് കണ്ടിട്ടുണ്ട്. അവിടേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അങ്ങനെ, ബിക്കോസ് ലിസണിങ് നല്ല ആംബിയൻസ് ഉണ്ടെങ്കിൽ തന്നെ വി വിൽ എൻജോയ് ദ മ്യൂസിക്കൽ സ്റ്റോറി എന്ന് പറയുന്ന പോലെ അല്ലേ, അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചിലരുടെ അവതരണ ശൈലി, ചിലർ അനൗൺസ് ചെയ്തിട്ട് പാടുക, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ ക്ലാസ് ടു മാസ് ഇതിലേക്കുള്ളൊരു ബ്രിഡ്ജ് തന്നെയാണ് ഇതെല്ലാം. നേരത്തെ പറഞ്ഞ ഈ ഒരു ഡിബേറ്റ് പോലത്തെ ഇതെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് നമ്മൾക്ക് അതിനകത്ത് വരുന്ന ഒരു പിക്ചറൈസേഷൻ നമുക്കറിയാം. കുറച്ചും കൂടി ലളിതമായിട്ടുള്ള വാക്കുകളുള്ള, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷകളിലുള്ളത് പാടിക്കൂടെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഷീ ഈസ് നോട്ട് ആസ്കിങ് ടു ചേഞ്ച് ദ രാഗം. ഹി വാസ് സിംഗിങ് സംതിങ് ഇൻ തെലുങ്ക്, ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, തമിഴിലുള്ള കോമ്പോസിഷൻസും പാടിക്കൂടെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ റീജിയണൽ ലാംഗ്വേജിന് അതിനകത്തൊരു വലിയ പങ്കുണ്ട്. നന്ദിനെ സംബന്ധിച്ച് ഇപ്പം കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ശേഖരിച്ച് കൊടുക്കുന്നു എന്നുള്ളൊരു പ്ലാനിങ് കേട്ടിട്ടുണ്ട്. പിന്നെ കുറേ മ്യൂസീഷ്യൻ്റെ പിന്നെ എന്താ പറയുക, അവരെ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ. കുറേ അവരുടെ ഇൻ്റർവ്യൂസൊക്കെ എടുക്കുന്നു, അത് ശേഖരിച്ച് വെക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ മ്യൂസിക് യാത്രയിൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളൊരു കാണുന്നത് വെച്ചാൽ പാട്ട് പഠിക്കുന്നു, ഒന്നുകിൽ അവർ കച്ചേരി ചെയ്യുന്നു, അല്ലെങ്കിൽ ടീച്ചറാവുന്നു അല്ലേ. അങ്ങനെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. നന്ദിനി ഈ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അധ്യാപികയാണോന്ന് ചോദിച്ചാൽ അധ്യാപികയാണ്, എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും ഞാനിങ്ങനെ പാടി എൻ്റെ ശബ്ദം പോയി. എത്രയോ വർഷം ടീച്ചറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പല ശ്രുതിയിലാണിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. പക്ഷെ ഇതൊക്കെ ഒരുമിച്ചത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? മ്യൂസിക് ഒരു മൾട്ടി ഡയമെൻഷണൽ ആർട്ട് ആയതുകൊണ്ടായിരിക്കാം. ബിക്കോസ് ഒരു വഴി മാത്രമല്ല. സോ ഫസ്റ്റ് ഇയർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് BA മ്യൂസിക് എടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പല ഉത്തരങ്ങളാണ് പറയുക. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മ്യൂസിക് എന്ന് പറയുന്ന സാധനത്തിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പെർഫോമർ മാത്രമാവാം, പഠിപ്പിക്കുന്ന ആളാവാം. ഇത് കഴിഞ്ഞിട്ട് സൗണ്ട് പ്രൊഡക്ഷന് പോകുന്നവരുണ്ട്. ബിക്കോസ് നമ്മളൊക്കെ ടെക്നിക്കലായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് രണ്ടാമത്തെ സംഗതി എന്ന് പറയില്ലേ, ഇപ്പോൾ രണ്ടാമത്തെ സംഗതി ഒന്ന് പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവനിത് കിടന്ന് തപ്പും, ഇത് ഏതാ അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ടെക്നിക്കലി കാര്യങ്ങൾ അറിഞ്ഞാലേ സൗണ്ട് എഞ്ചിനീയറിന് ഗുണമുള്ളൂ. നമ്മൾ ബൂത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ ചെയ്യുന്ന ഫാസ്റ്റായിട്ടുള്ള എഞ്ചിനീയറിനെ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ടെക്നിക്കൽ ചരണം കഴിഞ്ഞ് ഒന്നുകൂടെ എടുക്കാവേ എന്ന് പറഞ്ഞാൽ ചരണം ഏതാന്നുള്ളത് അറിയണമെങ്കിൽ ഹാസ് ടു ലേൺ മ്യൂസിക്. സൗണ്ട് പ്രൊഡക്ഷന് പോകുന്നുണ്ട്. ചിലർ മ്യൂസിക് സ്കൂൾ നടത്താൻ വേണ്ടി അതിൻ്റെ ഒരു വലിയ ടോപ്പിലിരിക്കുന്ന ഒരു അംഗമാണെങ്കിൽ ഇതെന്താ സംഭവം എന്നുള്ളത് അറിയണ്ടേ. അവരുടെ റിക്രൂട്ട്മെൻറ്റിനായാലും അഡ്മിഷൻസിനായാലെങ്കിലും സംഗീതം അറിയാവുന്നവർക്ക് മ്യൂസിക് സ്കൂൾ നടത്താൻ പറ്റുള്ളൂ, ഒരു പരിധി വരെ നല്ലപോലെ നടത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയായിരിക്കും. ചിലരിതായിരിക്കില്ല, ഇത് പഠിച്ചതിന് ശേഷം ഇതുമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു മൾട്ടി ഡിസിപ്ലിനറി കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ മ്യൂസിക്കിന് തന്നെ എത്ര ഡയമെൻഷൻസ് ഉണ്ട്. ചിലർക്ക് റിസർച്ചിനോടായിരിക്കും താല്പര്യം. പ്രാക്ടിക്കലി അവർ ചിലപ്പം പാടാൻ എത്ര സൗഖ്യമില്ലാത്തവർ ചിലപ്പോൾ മേ ബി ദേ ഗോ ഫോർ റിസർച്ച്. അതിൻ്റെ റിസർച്ച് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ടെക്നിക്കലി നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. അതിന് വരുന്നവരുണ്ട്. ഇനി വേറെ ചിലർ ഇൻസ്ട്രുമെൻസിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കും, പാട്ടും കൂടി പഠിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു കോംപ്ലിമെൻറ്റിങ് ഫാക്ടർ. ഇങ്ങനെ എത്ര ഡയമെൻഷൻസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ വൈ നോട്ട് വി അനൗൺസ് ഇറ്റ് ഓർ റാദർ എക്സ്പോസ് ഓൾ ദോസ് സാധ്യതകൾ, പോസിബിലിറ്റീസ് ദാറ്റ് എ മ്യൂസിക് ക്യാൻ ഗിവ് യു. നന്ദിനി സംവിധായകയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞ പഠിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം യൂട്യൂബിൽ ഇതാ ഇൻ്റർവ്യൂ ആങ്കറിങ്ങും ചെയ്യുന്നു. അങ്ങനെ പല മേഖലകളാണ്. ആങ്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന മ്യൂസീഷ്യൻസിൻ്റെ ഒക്കെ മിക്കവാറും പേരുടെ ഹിസ്റ്ററീസ് എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. എനിക്ക് ഔട്ട് ഓഫ് ദ വേ ബാല്യകാലം എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെയായിരുന്നു, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. വി നോ ഓൾ ദോസ് തിങ്സ്. ഐ വോണ്ട് സം എക്സ്ട്രോർഡിനറി ആൻസേഴ്സ് ഫ്രം ദം. അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത്. മേ ബി അതായിരിക്കാം അതിൻ്റെ ഒരു കൗതുകം. ഭയങ്കര ആസ്വദിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഭയങ്കര ഇഷ്ടമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയാണ് കൂടുതൽ ഉത്തരങ്ങൾ കണ്ടെത്താനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഉത്തരങ്ങൾ കിട്ടാതാവുമ്പോൾ നമ്മൾ തന്നെ ഉത്തരങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു സ്റ്റെപ്പ് എന്താ ഇപ്പോൾ കറന്റ് സ്റ്റാറ്റസ് എന്താ? നായകി ഇപ്പോൾ ആക്ച്വലി യങ് ടാലൻറ്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് 4 കച്ചേരികൾ നടത്തി. 4 വിവിധ സ്റ്റേറ്റിലുള്ള കുട്ടികൾ വന്നിട്ടാണ് പാടിയത്.
ദാറ്റ് ഈസ് ബിക്കോസ് ആഫ്റ്റർ എ സ്റ്റേജ് നമ്മൾ എന്തിനാണ് പാട്ട് പഠിക്കുന്നതെന്ന് ആ കുട്ടികൾക്കോ പാരൻസിനോ തോന്നി തുടങ്ങരുത്. ദേ ഷുഡ് സ്റ്റാർട്ട് ഗിവിങ് പെർഫോമൻസസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഹോണിങ് ദ സ്കിൽസ് ടുവേർഡ്സ് ഇറ്റ്. അവരൊരു നല്ല പെർഫോമറാണ്. പിന്നെ എപ്പോഴും ഒരു ഗുരു ആഗ്രഹിക്കേണ്ടതാണ് എനിക്ക് കുറേ ശിഷ്യന്മാർ വേണം, അല്ല, പാടുന്ന ശിഷ്യന്മാർ വേണം, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ശിഷ്യന്മാർ വേണം. അതിന് വ്യത്യാസമുണ്ട്. വി വാണ്ട് പീപ്പിൾ ഹൂ വിൽ പ്രൊപ്പഗേറ്റ് കർണാട്ടിക് മ്യൂസിക് ഓർ ടേക്ക് ദിസ് ലെഗസി ഫോർവേഡ്. നോട്ട് ചുമ്മാ വന്നിങ്ങനെ ഞാനും പാട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയും പാട്ട് പഠിച്ചു പിന്നെ എന്തായി? അങ്ങനെ നമുക്ക് ഒരുപാട് ശിഷ്യന്മാരെ കിട്ടിയിട്ട് കാര്യമില്ല. അതിലെന്താ കാര്യം? പാട്ട് പഠിക്കട്ടെ, എല്ലാവരും പഠിക്കണം എന്നല്ല, പക്ഷേ ഗുരു ആഗ്രഹിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഗുരു ആഗ്രഹിക്കേണ്ടത് നല്ല പെർഫോമിംഗ് സ്റ്റുഡൻസിനെ കിട്ടുമ്പോഴാണ്. അപ്പോഴാണ് ആ ഗുരുവും പ്രശസ്തനാവുന്നത്, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം നന്ദിനിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റിൽ വരികയാണ്, ഇത് നമ്മുടെ ദേവിക കുട്ടിയുടെ ടീച്ചറല്ലേ? അങ്ങനെയാണ് ഇപ്പൊ നന്ദിനി ആ ഒരു വേർഷനിലും കൂടി ആളുകൾ അറിയുന്നത്. ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി പോപ്പുലാരിറ്റി അതിൽ സാധാരണ ആളുകളൊക്കെ അന്ന് ആ ഷോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഷോ കാണുന്നവര് എന്റെ ഷോ കണ്ടതിനേക്കാളും കൂടുതൽ അതെ എന്നെ അവര് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ കുട്ടിയുടെ ടീച്ചർ, കുട്ടിയുടെ ടീച്ചറായിട്ടാണ് പലപ്പോഴും. അത് കണ്ടിട്ട് കുറെ പേര് വേറെ വന്നിട്ടുണ്ട്, ഈ കുട്ടി ഡാൻസർ ആണോ അതോ പാട്ടുകാരി തന്നെയാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു രാഗത്തെ കുറിച്ച് ചോദിക്കാൻ പറ്റുമായിരുന്നു. ആഹിരി എന്നൊക്കെ പറയും തോന്നുന്നു അല്ലെ? ആഹിരി തന്നെയാണ് അല്ലെ? ആഹിരി. ഓക്കെ. കുറെ പാട്ടുകൾ അതിൽ കുറെ കഥകളൊക്കെ ഇങ്ങനെ എപ്പോഴും കേൾക്കുന്നോണ്ടായിരിക്കും നമുക്ക് ആ പാട്ടുകൾക്ക് ആ രാഗം കേൾക്കുമ്പോൾ ആഹിരിയിലുള്ള പാട്ട്. അപ്പൊ ആഹിരിയിലുള്ള പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥകളൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പൊ എനിക്ക് ആഹിരിയിൽ ഒരു പാട്ട് കേൾക്കണം. എന്ത് കഥകളാ കേട്ടത്? ആഹിരിയിൽ രാഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടില്ല എന്നാ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ കഥ? ഞാൻ അതാ ചോദിക്കുന്നത്, ഇതൊക്കെ എവിടെ മനസ്സിലാക്കുന്നത് ആഹിരി പാടിയ ഭക്ഷണം കിട്ടില്ല എന്ന്? അങ്ങനെയൊക്കെ ഉണ്ടോ? അതാ ഞാനും ചോദിക്കാൻ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും? അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് കിട്ടാതെ ആവണം? എനിക്കൊക്കെ എത്ര ഒരു 100 തവണെങ്കിലും കിട്ടാതെ ആയിട്ടുണ്ടാവണം. കച്ചേരികളിൽ ആദ്യമൊക്കെ പാടുവോ അത്തരം? പിന്നെന്താ, പാടിയാലെന്താ? പാടിയിട്ടുണ്ടോ? നന്ദിനി പാടിയിട്ടുണ്ട്. അല്ല, ഇത് സയന്റിഫിക്കലി പ്രൂവ് ആണോ ആഹിരി പാടിയ ഭക്ഷണം? ഇല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള മിത്തുകൾ ഉള്ളതുകൊണ്ടാണല്ലോ നന്ദിനെ പോലെ ഒരാളുടെ മുന്നിൽ ആ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്. ആഹിരിയിൽ പാടാൻ പറ്റും. ഇത് എന്താ, ഇത് മിത്താണോ മ്യൂസിക്കൽ തെറാപ്പി ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് അത് രണ്ടും വിശ്വസിക്കാൻ കുറച്ച്, ബിക്കോസ് സയന്റിഫിക്കലി പ്രൂവ് അല്ല ഇതൊന്നും. ആഹിരിയില്ല, എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടോ. ആഹിരിയിലൊരു മോഹിനിയാട്ടം പദവില്ല. ഞാനിപ്പോ എന്തായാലും ഈ ഇന്റർവ്യൂവിൽ ഒന്ന് പാടുന്നുണ്ടല്ലോ, രാത്രി എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോന്നില്ല. ഞങ്ങൾ കഴിച്ചിട്ടില്ല. ആതിരെ വിളിച്ച് ഞാൻ പറയുന്നുണ്ടോ എന്തായാലും. ഓക്കെ. ആഹിരിയിൽ വളരെ പ്രശസ്തമായ കോമ്പോസിഷനാണ് സ്വാതി ഇരുന്നാളുടെ പനിമതി മോഖി ബാലേ പത്മനാഭനിന്നിൽ കനിവില്ലായകയാൽ കാമൻ പരമയുന്നു പനിമതി മുഖി ബാലേ പത്മനാഭനിന്നിൽ കനിവില്ലായകയാൽ കാമൻ പരമയുന്നു പനിമതി മുഖി ബാലേ. ബ്യൂട്ടിഫുൾ കോമ്പോസിഷനാണ്. ഭയങ്കര രസമാണ് കേൾക്കാൻ. എത്ര കേട്ടാലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് വേറൊരു ഹോണ്ടിങ് ആംബിയൻസ് ആണ്. ഞാനിത് ഡെയിലി കേൾക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭക്ഷണമൊക്കെ കിട്ടാറുണ്ട്. ഞാൻ ആ കഥ മാത്രമേ ചോദിച്ചെന്നേ ഉള്ളൂ. മിക്ക ദിവസം കേൾക്കുന്നവർക്കായിരിക്കില്ല, പാടുന്നവർക്കായിരിക്കും. ഞാൻ മിക്ക ദിവസം ഇത് കേൾക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള കോമ്പോസിഷൻ ആണ്. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടാറുണ്ട്. ഞാൻ ചോദിച്ചതാണ് അങ്ങനെയൊക്കെയുള്ള മിത്തുകൾ ഒരുപാടുണ്ടാവും. ഈ പറഞ്ഞ വേറെ ഉണ്ടല്ലോ ഒരു രാഗല്ലേ പഠിപ്പിക്കാൻ പാടില്ലാന്നോ, വരാളി പഠിപ്പിച്ച ശിഷ്യനും തമ്മിൽ ശത്രുത ഉണ്ടാവുന്നു, അങ്ങനെ എന്തോ അല്ലെ? അങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അത് ശത്രുത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. അതിപ്പോ ഏത് റിലേഷൻഷിപ്പിലും ഉണ്ടാവും. അതിപ്പോ ചിലപ്പം കോയിൻസിഡന്റ്ലി എല്ലാവർക്കും ഈ വരാളി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. ബിക്കോസ് വരാളി ഒരു അഡ്വാൻസ്ഡ് രാഗമായതുകൊണ്ടും ഈ ശിഷ്യൻ ഒരുമാതിരി പാടി തെളിഞ്ഞ് വരുന്ന ഒരു സമയത്താണ് ഇത് പഠിപ്പിക്കുന്നതും. അവർ തമ്മിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണയോ വല്ലതും ആയിരിക്കാം. പക്ഷെ അത് വരാളി കാരണമാണോ? ചിലപ്പോൾ ആ സമയത്ത് നമ്മളൊരു ആനന്ദഭരിവി പഠിപ്പിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലേ? നമുക്കിത് അറിയില്ല എത്രത്തോളം പ്രാക്ടിക്കലി ഇതൊക്കെ
എം ജി രാധാകൃഷ്ണൻ സാർ അതിനകത്ത് ആഹിരിയിൽ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ. അന്നേരം അതെ അതെ സുജാത മാമ്പാടി. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ എന്ന് അറിയില്ല, നമ്മൾ ചോദിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ അത് ആ സംഗീതമൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആ സ്റ്റുഡിയോയിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോണ്ടിങ് ഫീലിംഗ് അദ്ദേഹം അതൊരു കുറച്ച് പഴയ രാഗവും കൂടിയാണല്ലോ അല്ലെ, പഴമയുടെ ഒരു ആ സിനിമയും ചേർന്ന് നിൽക്കുന്ന ഒരു രാഗം. അത് അതിനകത്തൊന്നും നമുക്ക് പറയാനില്ല. കോമ്പോസിഷൻ ഒക്കെ അല്ലേ, എന്താ പറയാ, ക്ലാസിക് ആണ്. അതെ 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 അതെ. ഇനി എന്താണ് അപ്കമിങ് പ്രൊജക്റ്റുകളൊക്കെ? അപ്കമിങ് പ്രോജക്റ്റുകൾ ഇപ്പോൾ കുറച്ച് കോൺസേർട്ടും കാര്യങ്ങളും നമുക്ക് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഭംഗിയാക്കണമെന്നുണ്ട്. പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ട് ആസ് ഓൾവേസ്. പിന്നെ ഈ റീല് തുടങ്ങി വെച്ചത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് മാക്സിമം നല്ല കണ്ടന്റുകൾ അതിന് കൊടുക്കുക. നായകിയുടെ അടുത്ത പ്രോജക്റ്റ് മോസ്റ്റ്ലി ഞാൻ ഈ പറഞ്ഞ കർണാടിക് മ്യൂസിക് ചാമ്പ്യൻഷിപ്പും വർക്ക്ഷോപ്പ് സീരീസും ആയിരിക്കും, മാസ്റ്റർ ക്ലാസ്സസ് അതുപോലത്തെ ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇതുപോലത്തെ കുറച്ച് അവയർനെസ് ടോക്കുകൾക്ക് വേണ്ടി ഇപ്പോൾ കുറച്ചധികം ക്ഷണം കിട്ടുന്നുണ്ട്. നന്ദിനി പാടുന്നതിനേക്കാൾ നന്ദിനി സംസാരിക്കുന്നത് കേൾത്താ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആണോന്നറിയില്ല. സംസാരിക്കാനാണ് ഇപ്പോൾ കൂടുതൽ വിളിക്കുന്നത്, അതോ പാട്ട് നിർത്തിക്കോ ഇനി സംസാരം മതി എന്നാണോ അതോ അറിയില്ല. അപ്പോൾ എനിവേ അങ്ങനെ കുറച്ച് ക്യാമ്പ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ NCERT അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരും വരാറുണ്ട്. അല്ലാതെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ മാസ്റ്റർ ക്ലാസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്തായാലും അതെല്ലാം എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ രീതിയിലും എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. കർണാടക അറിയാത്തവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് തോന്നുന്നത്. ഒത്തിരി അനലോജീസ് നമ്മൾ ഡ്രോ ചെയ്യും. ബിക്കോസ് എത്ര സിംപ്ലിഫൈഡ് ആയിട്ട് അവർക്ക് ആ കാര്യം എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം നമ്മുടെ ആലോചന കുറച്ചുകൂടെ നന്നാവും. അത് എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. സംഗീതത്തിലൊരു രാഷ്ട്രീയമൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ടോ? രാഷ്ട്രീയം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്, ലോബീസും ബയസും ഒക്കെ ഉണ്ട്. ജോഗ്രഫിക്കൽ ബയസ് ഉണ്ട്, ലാംഗ്വേജ് ബയസ് ഉണ്ട്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതിനെ സമീപിച്ചാൽ ഞാൻ ചോദിക്കാം, സംഗീതത്തിലെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ടീം കൃഷ്ണ സാറിനെ പോലെയുള്ളവർ വളരെ പൊളിറ്റിക്സ് എന്ന് അതിനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് അത്, അദ്ദേഹത്തിന്റെ ഒരു വഴി, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ബട്ട് വെൻ ഇറ്റ് ഇസ് അക്സെപ്റ്റഡ്, വെൻ ഹി ഹാസ് ഫോളോവേഴ്സ്, ദെൻ നത്തിങ് മാറ്റേഴ്സ്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദ അൺഹെൽത്തി പ്രാക്ടീസസ് ദാറ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ആർട്ട് ഫോം. അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. When you are constructively thinking about something, when you are subject oriented, why do you have this time to think about unhealthy things? അല്ലേ, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10 സഭ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് ഐ ഹാവ് സം സേ ഇൻ ദാറ്റ്. ആ 10 സ്ഥലത്തും ആരൊക്കെ പാടണം എന്ന് അവരെന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ആൾക്കാരെ മാത്രം വിളിക്കും. ചിലപ്പോൾ ആ താല്പര്യമുള്ള ആൾക്കാരിൽ അവരെക്കാൾ കഴിവുള്ളവരുണ്ടാവണമെന്നില്ല. ആ ലിസ്റ്റിൽ ചിലപ്പോൾ അവർ പുറത്തായിരിക്കും. അപ്പോൾ എന്തായി? അവരെക്കാളും കഴിവുള്ളവർ അറിയാണ്ടേ പോകുന്നു, ഇവർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓൺലി ബിക്കോസ് ദേ ആർ ഹാവിങ് ദി സോഫ്റ്റ് കോർണർ ഓഫ് ദിസ് പേഴ്സൺ. അത് ഒരു തരം പൊളിറ്റിക്സ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഗുരുനാഥന്മാർ തമ്മിലുള്ള പൊളിറ്റിക്സ് ശിഷ്യരിൽ സ്പ്രെഡ് ഔട്ട് ആവുക, അതിൻ്റെ സ്പില്ലേജ് ഇവർ സഹിക്കേണ്ടി വരിക, അങ്ങനത്തെ പൊളിറ്റിക്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. മനഃപൂർവ്വം ഇപ്പം എനിക്കിപ്പോൾ ഒരു കച്ചേരി അന്വേഷണം വന്നു വിചാരിക്കുക, അത് പകുതി വഴി വെച്ച് വേറൊരു ആർട്ടിസ്റ്റ് അറിഞ്ഞു വിചാരിക്കുക, അതിനെ അങ്ങനെ തന്നെ തിരിച്ചു വിടാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് തരം പൊളിറ്റിക്സുകളിലാണ് ഇപ്പോഴും ഈ ആർട്ട് ഫോം നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ കാര്യം നോക്കാൻ തന്നെ നമുക്ക് സമയമില്ല. ഇപ്പോൾ ആ സമയം കൊണ്ട് 10 അക്ഷരം പഠിച്ചാൽ പോരെ. പുതിയത് കല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണല്ലോ, അങ്ങനെയും ഉണ്ടല്ലോ ഒരു വേർഷൻ. അതിന് രാഷ്ട്രീയം നല്ല രാഷ്ട്രീയമായിരിക്കണ്ടേ, നല്ലതിലേക്കുള്ള രാഷ്ട്രീയമായിരിക്കണ്ടേ, അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന കക്ഷി രാഷ്ട്രീയമല്ല. അല്ല, അതാണ് ഞാനും പറയുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമുക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം കലയിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ ഒരു ഡയമെൻഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് എവിടെയോ വഴിയിലൊക്കെ വെച്ച് അങ്ങ് നിന്ന് വേറെ കുറച്ച് വെസ്റ്റഡ് ഇൻട്രസ്റ്റിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഒരു ഗ്ലോബൽ സ്റ്റാറ്റസിൽ ഇപ്പോഴും ഹിന്ദുസ്ഥാനി ആദ്യവും കർണാടക പിന്നെയും പറയപ്പെടുന്നത്. ഈക്വലായിട്ട് പറയപ്പെടേണ്ട 2 കലകളാണ്, രണ്ട് ശാഖകളാണ്, രണ്ടും ഭാരതീയ സംഗീതമാണ്. പക്ഷെ സ്റ്റിൽ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസ് ഫൈൻഡ് ഇറ്റ് വെരി ഈസി. ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയാണ് വെസ്റ്റേണേഴ്സിന്. വി ഹാവ് നോട്ട് ഗോട്ട് ദാറ്റ് പൊസിഷൻ. പുതിയ പാട്ടുകൾ എന്തെങ്കിലും വന്നോ ഈ പിന്നണി ഗാന രംഗത്തേക്കൊക്കെ? പിന്നണി ഗാനം ഇല്ല, പിന്നെ വന്നിട്ടില്ല, പുതിയതൊന്നുമില്ല. ഈ പാടിയ 3 സോങ്ങിൽ നിൽക്കുകയാണ്. പുതിയ എന്താ പരീക്ഷണങ്ങളുള്ളത്? പരീക്ഷണങ്ങളല്ല, ഇനി കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നേരത്തെ പറഞ്ഞു. സ്റ്റുഡൻസിന് വേണ്ടി മനോധർമ്മത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ട് 1-2 ക്ലാസ്സുകൾ, ആ രീതിയിലാണ് എൻ്റെ ചിന്ത പോകുന്നത്. ബിക്കോസ്
വിശക്കുന്നവന് കൂടുതൽ ആഹാരം കൊടുക്കുക, അവൻ്റെ ആപ്പിറ്റൈസർ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ നല്ല കഴിവുള്ള കുറച്ച് പേരെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ മാത്രം വെച്ചിട്ട് എക്സ്ക്ലൂസീവ്ലി അവർക്ക് വേണ്ടിയൊരു 3 ദിവസം സ്ട്രിക്റ്റ് ആയിട്ടൊരു വർക്ക്ഷോപ്പ്. അതാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ US ഞാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അറിയാലോ എല്ലാവർക്കും 1 മാസം 2 മാസമൊക്കെയാണ് പര്യടനം നടത്തുന്നത്. അപ്പോൾ ഒത്തിരി കച്ചേരികളുണ്ടാവും. ഒരിക്കലും ഒരു കച്ചേരിയിൽ പാടിയത് മറ്റൊരു കച്ചേരിയിൽ പാടരുത് എന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. സോ റെപ്പറ്റീഷൻ ഇല്ലാതെ പാടണമെങ്കിൽ റെപ്പറ്റയർ അത്ര വലുതായിരിക്കണം. അപ്പോൾ അതിനെ കുറച്ച് ഷാർപ്പൻ ചെയ്യണം എന്നുള്ളൊരു ഇതും കൂടെയുണ്ട്. എല്ലാം ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, അവസാനം നമുക്കൊരു പാട്ടും കൂടെ പാടി അങ്ങ് അവസാനിപ്പിക്കാം. കാന്തനോടു അതാണ് വേണ്ടത്. പാടൂ. കാതരാക്ഷി താന്തയായി മരുവുന്നേ കാതരാക്ഷി താന്തയായി മരുവുന്നേ തരുണി മണി കാതരാക്ഷി താന്തയായി മരുവുന്നേ രമണീയ ഹേ രമണീയ ഗുണവസതി ജലമിഴി കാന്തനോടു ചെന്നുമെല്ലെ കിളിമൊഴി ശുചമികവതാ. ആ ഒരു ഫീലുണ്ടല്ലോ, അത് സമ്മാനിച്ചൊരു നന്ദി. ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം കുറേ സംഗീതത്തിന്റെ കുറേ കാര്യങ്ങൾ, ഞാൻ കുറേ പാട്ട് പാടിപ്പിച്ചു, നിറയെ പാട്ട് പാടിപ്പിച്ചു. എനിക്ക് ഇത്രയൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു ദിവസം കിട്ടിയ നന്ദിനിയുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കാൻ തോന്നും. അത്രയും സ്വീറ്റ് വോയിസ് ആണ്. അത് പൊതുവെ കർണാടക സംഗീതം കച്ചേരി നടത്തുന്ന ആളുകളിൽ കാണാത്തൊരു കാര്യം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പം എൻ്റെ ചെയ്യുമ്പോഴെങ്കിലും അത് പറയണല്ലോ. ആ ശബ്ദം, അതിന് വേറൊരു വാക്കില്ല, അത്രയും നല്ല ശബ്ദമാണ്. രസനയുള്ള ഒരു ഇന്റർവ്യൂറിനെ കിട്ടിയതും എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ അത്രയും ഇൻവോൾവ്ഡ് ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മളല്ലേ മ്യൂസിക് എന്ന് പറയുന്നത് എത്ര ലോകത്തിന് എവിടേക്ക് ഇരുന്നാലും ആളുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു വൈകാരികമായ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതില്ല, നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ വിശ്വസിക്കുമ്പോൾ, ഈ ഒരു ആർട്ടിനെ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ ദൈവമായിട്ട് കാണുന്നവരുണ്ടല്ലോ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മളെ കൈവിടാതെ പിടിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ എത്രയോ സ്റ്റേജുകളിൽ വെച്ച് എന്നെ മിറാക്കുലസ്ലി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം തെറ്റും എന്ന് വിചാരിക്കുന്ന സ്ഥലത്തെല്ലാം, ഞാൻ ടെക്നിക്കലിയാണ് പറയുന്നത്, അപ്പോൾ ഒരു ഐഡിയ തന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ സദാ ഇതിലേക്ക് തന്നെ നമ്മളെ അർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളപ്പോൾ അത് നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ബിലീവ് ചെയ്ത് കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. എപ്പോഴും ഒരു സ്നോ വൈറ്റും ഈ സപ്തസ്വരങ്ങളും 7 ഡ്വാർഫ്സും ആയിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെ ആവട്ടെ, അവസാനം വരെ നമ്മുടെ ഒരു ഫെയറി ടെയിൽ യാത്ര ചെയ്യാൻ പറ്റട്ടെ ഈ മ്യൂസിക്കിലൂടെ. കുറച്ചും കൂടിയൊക്കെ എനിക്ക് തോന്നുന്നു കുറേ യാത്ര ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അത് അങ്ങ് വരെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയും ബഹുമാനത്തോടു കൂടി, അത്രയും സ്നേഹത്തോടു കൂടി ഞാൻ പറയാണ്. അപ്പൊ എത്രയും നല്ലൊരു സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് എനിക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു.